സീരിയലിൽ അഭിനയിക്കുന്നുണ്ടല്ലേ എന്നൊക്കെ ചോദിച്ചാൽ അതുണ്ട് എന്ന് പറയുമ്പോൾ ഏത് സീരിയലാണ് എന്ന് പറയും. അപ്പോൾ സീരിയലിൻ്റെ പേരും പറഞ്ഞ ശേഷം അവർ പറയും ഞാനൊന്നും കാണാറില്ല കേട്ടോ എന്ന് പറയും. അപ്പോൾ ഞങ്ങൾ ഓ ശരി ആണുങ്ങൾ സീരിയൽ കാണുന്നത് മോശമാണെന്ന് ഞാൻ അങ്ങോട്ട് പറയും. അപ്പോൾ അല്ല അങ്ങനെയല്ല വീട്ടിൽ. അപ്പോൾ പുള്ളിക്ക് മനസ്സിലാവും അത് കേൾക്കുമ്പോൾ. അപ്പോൾ വീട്ടിൽ അമ്മ സ്ഥിരം കാണും, അമ്മയുടെ തലയിലേക്ക് വെച്ചു കൊടുക്കും. ഓണസദ്യ എന്ന് കേൾക്കുമ്പോൾ മനസ്സിലോടിയെത്തുന്ന സിനിമയുണ്ട്. അല്ലെങ്കിൽ സദ്യ, ഓണസദ്യ അല്ല സദ്യ അവസ്ഥയാണ്. പണ്ട് എന്താ പറയുക, ദിലീപേട്ടൻ്റെയും നാദൃശ്യയുടെ ഒക്കെ അവനിങ്ങനെ എന്തോ കാര്യം പറഞ്ഞപ്പോൾ തമാശ രൂപേണ പറഞ്ഞു, ചേട്ടാ ഇത് സീരിയലല്ല സിനിമയാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാനത് നോട്ട് ചെയ്തു. കാരണം അവന് അന്ന് ഒരു 10-20 വയസ്സ് കാണുമായിരിക്കും. ഞാൻ അപ്പോഴും ഒരു 10-30 വർഷമായി ഇൻഡസ്ട്രിയിൽ. തീർച്ചയായിട്ടും ഇപ്പോൾ നല്ല നല്ല ഒരുപാട് കഥകൾ വരുന്നുണ്ട്. മിക്കവാറും മറ്റുള്ള ഭാഷകളിൽ വന്ന് ഒരുപാട് സക്സസ് ആയ സീരിയൽസ് നമ്മൾ മൊഴി മാറ്റി ഇങ്ങോട്ടേക്ക് ചെയ്യുന്നുണ്ട്. അതിൽ അങ്ങനെ ഒരെണ്ണമായിരുന്നു കുടുംബവിളക്ക്. പപ്പടം അല്ല, അത് ഈ ചെറുപ്പകാലത്ത് കേട്ട് അത് മനസ്സിൽ പതിഞ്ഞുകൊണ്ടാവാം ചിലപ്പോൾ അങ്ങനെ. കാരണം അന്നത്തെ കാലത്ത് ഈ ഓണം എന്ന് പറഞ്ഞാൽ പൂ പറിക്കാനായിട്ട് മഴ നനഞ്ഞു പോകുന്ന അതൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പോഴത്തെ ജനറേഷനില്ല. പക്ഷെ അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിങ്ങനെ ഓരോ കാലഘട്ടത്തിലും മാറിക്കൊണ്ടിരിക്കും. ഹായ്, ഹലോ, നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ആണുള്ളത്. പക്ഷെ ഈ ഗസ്റ്റിന് ഞാൻ അധികം ഇൻട്രൊഡക്ഷൻസ് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് അത്രത്തോളം പരിചിതമായിട്ടുള്ളൊരു മുഖമാണ്. നമുക്ക് വെൽക്കം ചെയ്യാം. സുമേഷ് ചേട്ടാ, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ. ഓണമാണല്ലോ, അപ്പോൾ അതിൻ്റെതായ വിശേഷങ്ങൾ. പിന്നെ ഷൂട്ടായിട്ട് പോകുന്നു. അപ്പോൾ ഈ ഓണത്തിൻ്റെത് പറഞ്ഞല്ലോ, കൂടുതലും ഓണം സെറ്റിലാണോ അതോ വീട്ടിലാണോ? എങ്ങനെയാണ് ഈ ഓണത്തിൻ്റെ ഒരു പരിപാടി? അത് അങ്ങനെയൊന്നുമില്ല. സാധാരണ നമ്മളിപ്പോൾ ഷൂട്ടുള്ള സമയമാണെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ തന്നെ ഓണം ആഘോഷിക്കും. അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ വീട്ടിൽ തന്നെ ഓണം ആഘോഷിക്കും. ഇതിലേതാ ഒരു വൈബുള്ള ഒരു ഓണം? അത് തീർച്ചയായിട്ടും വീട്ടിൽ ആഘോഷിക്കുന്നില്ല. എങ്ങനെ ട്രിപ്പൊക്കെ പോയി? ട്രിപ്പ് പോയില്ല. സാധാരണ രാവിലെ എണീറ്റാൽ കുളിച്ച് ഓണക്കോടിയൊക്കെ ഉടുത്ത് അമ്പലത്തിൽ പോയി വന്ന ശേഷമാണ് ബാക്കിയുള്ള എല്ലാ പരിപാടികളും. പക്ഷേ ചില സമയത്തൊക്കെ തിരക്ക് കാരണം സെറ്റിൽ ഒരു ഓണം മിക്കവാറും വീട്ടിലിപ്പോൾ അടുത്തെങ്ങും ഓണം കൂടാൻ പറ്റാറില്ല. യാദൃശ്യമായിട്ടാണെങ്കിലും ആ കറക്റ്റ് സമയത്ത് മിക്കവാറും ലൊക്കേഷനിലായിരിക്കും. അപ്പോൾ ലൊക്കേഷനിൽ ഓണം വേറൊരു രസമാണ്. എന്തായാലും എല്ലാവരും കൂടി ഓണസദ്യ കൊണ്ടുക, അങ്ങനെ അതൊരു പ്രത്യേക രസമാണ്. അതെ. അപ്പൊ ഇപ്പോഴത്തെ ഓണം എങ്ങനെയാണ്? അതായത് ഇപ്പോൾ പുതിയ പ്രോജക്റ്റുകളൊക്കെ വരുന്നില്ലേ? അപ്പൊ പുതിയ പ്രോജക്റ്റുകളും അതിന്റെ കാര്യങ്ങളൊന്ന് പറയാവോ? പുതിയത് ഇപ്പം ഷൂട്ട് നടക്കുന്നത് ഒന്ന് മഴതോരുമ്പം ഏഷ്യനെറ്റിൽ, പിന്നൊന്ന് വലിയേട്ടൻ സി കേരളത്തിൽ, പിന്നെ പറഞ്ഞ ഓണം കഴിഞ്ഞ ശേഷം അമൃത ചാനലിൽ നിള എന്ന് പറയുന്ന സീരിയൽ അത് ടെലികാസ്റ്റിംഗ് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഓണം സമയത്ത് മിക്കവാറും ഒരു ബ്രേക്ക് ആയിരിക്കും. ഇനി അഥവാ ബ്രേക്ക് ആകാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടാവും. ചില സീരിയൽസ് അധികം നമുക്ക് സ്റ്റോക്ക് ഇല്ലാത്ത അവസ്ഥയുണ്ടാവും. എപ്പിസോഡ്സ് ഇല്ലെങ്കിൽ ത്രൂ ഔട്ട് ഷെഡ്യൂൾ പോകും. അങ്ങനെ ആകുമ്പോൾ മിക്കവാറും ലൊക്കേഷനിലായിരിക്കും. അപ്പോൾ ചേട്ടൻ ഈ സീരിയൽ രംഗത്തോട്ട് കടന്നു വരുന്നത് നമ്മുടെ ദൂരദർശനിലൂടെയല്ലേ? സ്വർഗത്തിലെ കട്ടുറുമ്പ് എന്ന് പറയുന്ന സീരിയലിലൂടെ. എങ്ങനെയായിരുന്നു ഒരു ദൂരദർശൻ ജേർണി? ആ സമയത്തൊക്കെ ഭയങ്കര സ്ട്രഗിൾ ആയിരിക്കില്ലേ ഒരു ആക്ടിങ്ങിലോട്ട് വരിക എന്നുള്ളതും, അതും പ്രത്യേകിച്ച് ദൂരദർശനിലൊക്കെ? അത് ശരിയാണ്. കാരണം ആ സമയത്തൊന്നും അധികം ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടാറില്ല. അങ്ങനെ ഭയങ്കര പാടായിരുന്നു. അത് വളരെ യാദൃശ്യമായിട്ടാണ് ഞാൻ ഇതിലേക്ക് വരുന്നത് തന്നെ. അത് ഞാൻ കോളേജിൽ പഠിച്ച് സെക്കൻഡ് ഇയർ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഇളയച്ചനാണ് ദേവസിക്കുട്ടി മുടിക്കൽ എന്ന് പറയുന്നത്, PR കൊച്ചേട്ടൻ എന്ന് വിളിക്കും. പുള്ളി കാലിക്കറ്റിലാണ്. അപ്പോൾ പുള്ളിയുടെ അടുത്തൊരിക്കൽ എൻ്റെ സുഹൃത്ത് കൊണ്ടുപോവുകയും അങ്ങനെ ഞങ്ങൾ ഭരണകൂടം എന്ന് പറയുന്ന സിനിമയെന്ന് തോന്നുന്നു, ബാബുവാനിയുടെ, അതിലാണ് ആദ്യമായിട്ട് അങ്ങനെ കാണാൻ വേണ്ടി ലൊക്കേഷനിൽ ചെല്ലുന്നത്. അതിൽ നിന്നാണ് നമുക്ക് അഭിനയിക്കുന്നൊരു താല്പര്യം വരികയും പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ജോസ്, അവൻ്റെ സുഹൃത്താണ് സുധീർ ശ്രീവാസ് എന്ന് പറയുന്ന പ്രവാചകൻ്റെ ഒക്കെ പ്രൊഡ്യൂസറുള്ളൊരു പ്രൊഡ്യൂസറുണ്ട്. അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് സന്ധ്യാമോഹൻ എന്ന് പറയുന്ന ഡയറക്ടർ. അങ്ങനെ സന്ധ്യാമോഹൻ്റെ ഒരു സീരിയലാണ് സിറ്റാഡൽ ആണത് പ്രൊഡ്യൂസ് ചെയ്തത്. അതിൽ നവാസും മഞ്ജു പിള്ളയായിരുന്നു നായകന്മാർ, ജോസ് പല്ലിശ്ശേരി, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ജിമ്മിൽ ഉള്ള ഒരു 4 ചെറുപ്പക്കാർ ജോസ് പല്ലിശ്ശേരി തട്ടിക്കൊണ്ട് പോകുന്ന, അങ്ങനെ അതിലൊരാളായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അന്ന് ഈ 13 എപ്പിസോഡ് കാലഘട്ടമാണ്, ദൂരദർശൻ മാത്രമുള്ള സമയം. അങ്ങനെ മോനേട്ടൻ്റെ സീരിയലിലാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെയായിരുന്നു ഹിറ്റ്ലർ ബ്രദേഴ്സ് എന്ന് പറയുന്ന സിനിമ. അത് തന്നെയായിരുന്നു എൻ്റെ ആദ്യത്തെ സിനിമയും. പിന്നീട് സിനിമയിലോട്ട് നമ്മുടെ കസ്തൂരിമാൻ സിനിമയിലൊക്കെ ഭയങ്കര ശ്രദ്ധയായിട്ടുള്ള വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലോട്ടൊക്കെ പിന്നെ എങ്ങനെയാണ്? അഭിനയ മോഹം കൊണ്ട് ചാൻസ് ചോദിച്ച് പോയി? അതും വളരെ അപ്രതീക്ഷിതമായിട്ടൊരു
കണക്ഷൻ വന്നതാണ്. അതായത് ആൻഡോസ് മാണി എന്ന് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. ഓക്കെ. അദ്ദേഹത്തിന് എന്നെ പരിചയമില്ല. അപ്രതീക്ഷിതമായിട്ട് എനിക്ക് പെരുമ്പാവൂർ ഒരു ഷോപ്പുണ്ടായിരുന്നു അച്ഛന്. അപ്പോൾ അങ്ങനെ പുള്ളി എന്നെ അന്വേഷിച്ചല്ല ശരിക്കും വന്നത്, വേറെ ആരും അന്വേഷിച്ച് വന്നാൽ അവിടെ വെച്ച് ഞങ്ങൾ പരിചയപ്പെട്ടു. അങ്ങനെ സംസാരിച്ച് പെട്ടെന്ന് അങ്ങനെ വളരെ അടുപ്പമായി. അങ്ങനെ ലോഹിദാസിൻ്റെ അസിസ്റ്റൻ്റാണെന്ന് പറയും. അങ്ങനെ ഒരു ദിവസം നമുക്ക് സാറിനെ കാണാൻ പോകാൻ ഇങ്ങോട്ട് പറയുകയും ചെയ്തതാണ്. അങ്ങനെ ആൻഡോസ് മാണിയുടെ കൂടെ ഞങ്ങൾ എവിടെ ഒരു എഴുതുന്ന സ്ഥലമായിരുന്നു അന്ന് ലോഹി സാറ്. എനിക്ക് തോന്നുന്നു ഒറ്റപ്പാലം ലക്കിടി അവിടെ എവിടെയോ ഒരു ഗസ്റ്റ് ഹൗസിലാണെന്ന് തോന്നുന്നു. അവിടെ പോയി സാറിനെ കണ്ട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞൊന്നുമില്ല. അങ്ങനെ കണ്ട് സംസാരിച്ച് പോന്നു. പിന്നെ ആ സിനിമയുടെ എഴുത്തിൻ്റെ സമയത്ത് അങ്ങനെ സാറ് തന്നെ പറഞ്ഞു, ഇങ്ങനെ നമുക്കൊരു ക്യാരക്ടർ കൊടുക്കാം, അങ്ങനെ ചാക്കോച്ചൻ്റെ ഒരു അനിയനോ ചേട്ടനോ ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ അങ്ങനെ ചോദിച്ചിട്ട് എന്നോട് താടി വളർത്തിക്കോളാൻ പറഞ്ഞു. അങ്ങനെയാണത് വന്ന് ഭവിച്ചത്. ഇതെല്ലാം വന്ന് ഭവിക്കുന്നതാണ്. എങ്ങനെയൊക്കെയോ നമ്മൾ എത്ര കഷ്ടപ്പെട്ട് ഇറങ്ങിയാലും ചിലപ്പോൾ കിട്ടണമെന്നില്ല. ചുമ്മാ ലക്കാണ്. ലക്ക് മാത്രമല്ല, നമ്മുടെ എഫേർട്ടും കൂടെ വേണം. അപ്പോൾ ഒരാൾ ഇതിന് വിളിച്ചാൽ നമ്മൾ പോകാനുള്ളൊരു മനസ്സും കൂടെ വേണം. പോയില്ലെങ്കിൽ ചിലപ്പോൾ ലക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ അവിടെ ഇരിക്കുകയുള്ളൂ. നമ്മൾ വർക്ക് ചെയ്യാതെ പറഞ്ഞിട്ട് കാര്യം. അതെ, ഇത് ഒരുപാട് ഘടകങ്ങൾ ഒത്തുചേർന്ന് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു റിസൾട്ടാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതെ, തീർച്ചയായും. സീരിയലിലൂടെ, അതായത് 80-ലധികം സീരിയലുകളിൽ അഭിനയിച്ചിട്ടില്ല അത്രത്തോളം. അപ്പോൾ സീരിയലിൽ വളരെ ബ്രേക്ക് ത്രൂ കിട്ടിയ ഒരു ക്യാരക്ടർ ഏതാണ്? എനിക്ക് എന്നും ഓർത്തിരിക്കുന്ന ക്യാരക്ടർ കെ രാജീവ് സാറിൻ്റെ ഒരു പെണ്ണിൻ്റെ കഥ എന്ന് പറയുന്ന സീരിയലാണ്, മഴവിൽ മനോരമയിൽ വന്ന്. അതിൽ ആ കഥാപാത്രത്തിൻ്റെ പ്രത്യേകത, അത് ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന കഥാപാത്രമാണ്. അദ്ദേഹത്തിന് മാനസിക നില തെറ്റിയ ഒരവസ്ഥ വരെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പുള്ളി ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. അത് രാജീവ് സാറ് വളരെ, രാജീവ് സാറിൻ്റെ സീരിയൽ അറിയാലോ, ഇമോഷൻസിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള പുള്ളിയുടെ. അപ്പോൾ അത് വർക്കൗട്ട് ചെയ്തത്, അല്ലെങ്കിൽ അത് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കോൺഫിഡൻസ് കിട്ടി. കാരണം നമുക്ക് പലതും ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ സ്ക്രീനിൽ അത് വരുമ്പോൾ നമ്മൾ ഞാൻ ഉദ്ദേശിച്ച് തന്നെയാണ് വന്നത്, ദാറ്റ് മീൻസ് എനിക്കതിന് പറ്റുമെന്ന് തോന്നുന്ന ആ കോൺഫിഡൻസ് നമുക്ക് ഒരുപാട് കിട്ടിയത് രാജീവ് സാറിൻ്റെ വർക്കില്ല. ഓക്കെ. ഓരോ വർക്ക് കഴിയുമ്പോഴും ഒരു ഇംപ്രവൈസേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കാറില്ല? അതുണ്ട്. പക്ഷേ നമുക്ക് സെയിം ക്യാരക്ടേഴ്സ് തന്നെയാണ്, അല്ലെങ്കിൽ കുറച്ച് സാമ്യമുള്ള ക്യാരക്ടേഴ്സ് തന്നെയാണെങ്കിൽ നമുക്ക് അതിന് ഒരുപാട് ചാൻസ് കിട്ടില്ല. മാത്രമല്ല, നമുക്ക് സീരിയൽ ചെയ്യുമ്പോൾ ഒരുപാട് പരിമിതികളുണ്ട്. അത് അഭിനയിക്കുന്നവർക്കാണെങ്കിലും ഡയറക്റ്റ് ചെയ്യുന്നവർക്കാണെങ്കിലും എല്ലാവർക്കും. കാരണം കുറച്ച് സ്പീഡ് ഓറിയൻറ്റഡ് ആണിത്. കുറച്ച് സമയം നമുക്ക് ഒരുപാട് സേവ് ചെയ്യണം. കാരണം കൂടുതൽ ഫുട്ടേജ് എടുക്കണം നമുക്ക്. അങ്ങനെ പ്രൊഡ്യൂസർ സേവ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇംപ്രവൈസ് ചെയ്യാനായിട്ടാണെങ്കിലും, അല്ലെങ്കിൽ ഒരുപാട് ആ കഥാപാത്രം മനസ്സിലാക്കി സിനിമ ചെയ്യുന്ന പോലെ ചെയ്യാനൊന്നും നമുക്ക് സമയം കിട്ടില്ല. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു ഏകദേശം ഒരു ആവറേജ് ക്യാരക്ടർ എന്താണെന്നുള്ളത് മനസ്സിലാക്കി പിന്നെ നമ്മൾ അങ്ങോട്ട് അഭിനയിക്കുന്നു. ഒരുപാട് എപ്പിസോഡ്സ് ഒക്കെ പോകുന്നത് കണ്ടാണോ? അതെ, നമുക്ക് അത് ഒരു ദിവസം ഇത്ര സീൻസ് എങ്കിലും എടുക്കണമെന്നുള്ളൊരു ഇതുണ്ട്, ക്രൈറ്റീരിയ ഉണ്ട്. അല്ലെങ്കിൽ നമുക്കത് മുതലാവില്ല. അപ്പോൾ ഫുട്ടേജ് കിട്ടില്ല. ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ 1.5 എപ്പിസോഡൊക്കെ ഒരു ദിവസം എടുക്കണം എന്നുള്ളൊരു ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് മാക്സിമം സ്പീഡാകും. ഒരു 8, 9, 10 സീൻസ്, 15 സീൻസൊക്കെ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ സീൻസൊക്കെ എടുക്കുന്ന ദിവസങ്ങളുണ്ടാവും. അപ്പോൾ അന്നേരം ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് ക്യാരക്ടർ മനസ്സിലാക്കാനോ, അല്ലെങ്കിൽ അത് ചെയ്താലോ ഇത് ചെയ്താലോ അങ്ങനെ ചിന്തിക്കാനോ പോലും ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല. ഇപ്പോൾ ഒരുപോലുള്ള ക്യാരക്ടേഴ്സ് നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പറ്റുമെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ചോദിച്ചിരുന്നു, നമ്മൾ തുടങ്ങുന്നതിന് മുന്നേ ചോദിച്ചിരുന്നു, ഒരുപാട് പോലീസ് സ്റ്റേഷനുകൾക്കൊക്കെ ഭയങ്കരമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നില്ല. അപ്പോൾ ചെയ്ത് ആ ഒരു പോലീസ് ഭാവം കിട്ടിയിട്ടുണ്ടോ? അത് നമ്മൾ എന്താ പറയുക, ഈ പോലീസ് യൂണിഫോം ഇട്ട് കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നും, നമ്മൾ എന്തോ കുറച്ച് ഏറുപിടുത്തമൊക്കെ തോന്നും. ചിലപ്പോൾ ഒരു എനർജി, ഒരു പവർ വന്ന പോലെയൊക്കെ തോന്നും. അത് സ്വാഭാവികമാണ്. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും കണ്ണടയിലെ മുമ്പിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ഗൗരവം, നമ്മൾക്ക് ഈ പോലീസ് യൂണിഫോമിലുള്ള ഓഫീസറെ കാണുമ്പോൾ നമുക്കൊരു പേടി തോന്നില്ലേ? അപ്പൊ അതേപോലെ ഒരു ബഹുമാനവും ഒക്കെ നമ്മളോട് തന്നെ തോന്നുന്ന ഒരു സംഭവമാണ് മിററിൽ നോക്കുമ്പോൾ. അപ്പൊ എന്തായാലും അതൊരു കാര്യം തന്നെയാണ്. നമുക്കത് പോലീസ് യൂണിഫോം ഇട്ട് കഴിയുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോ കുങ്ഫു ബ്ലാക്ക് ബെൽറ്റ് കൂടി കിട്ടിയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതിന്റെയും ആ ഒരു സ്ട്രെങ്ത് നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു ഊർജ്ജം കൂടി എടുക്കാറുണ്ട്. അത് ഈ മാർഷൽ ആർട്സിന്റെ ഒരു പ്രത്യേകത, അത് പഠിച്ച ഒരുമാതിരി എല്ലാവർക്കും കുറച്ച് സ്റ്റിഫ്നെസ് ഉണ്ടാവും. അത് മാർഷൽ ആർട്സിൻ്റെ കുഴപ്പമല്ല. നമ്മൾ പഠിക്കുന്ന കുറച്ച് മൂവ്മെൻറ്റ്സും കാര്യങ്ങളും അതിൻ്റെ സിലബസൊക്കെ ഉണ്ട്. ഈ സിലബസിൽ നമ്മൾ കുറച്ച് സ്റ്റിഫായിട്ടും കുറച്ച് പെർഫെക്ഷൻ കിട്ടാനായിട്ടുള്ള കുറച്ച് മൂവ്മെൻറ്റ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ നടത്തത്തിലും നമ്മുടെ എല്ലാ ബോഡി ലാംഗ്വേജിലും എല്ലാം ഒരു സ്റ്റിഫ്നെസ് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇല്ലാത്തവരുണ്ട്, വളരെ അപൂർവമായിട്ട്. പക്ഷെ കൂടുതലും
ആ ഒരു സ്റ്റിഫ്നെസ് വരും. പിന്നെ പോലീസ് ഓഫീസേഴ്സ് ആകുമ്പോൾ അധികം കുറച്ച് ഗൗരവവും ഇതേപോലെ കുറച്ച് ഒരു എയർ പിടിച്ച് നിൽക്കുന്ന ഗാംഭീര്യമൊക്കെ തോന്നുന്ന ആൾക്കാരായിരിക്കുമല്ലോ. അപ്പോൾ ഇത് രണ്ടും കൂടെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അതൊരു ക്യാരക്ടറിലേക്ക് മൊത്തത്തിലെത്തി കിട്ടും. അതൊരു സാധ്യതയുണ്ട്. ഇപ്പോഴും ആ ഒരു ബ്ലാക്ക് ബെൽറ്റിന്റെ സംഭവമൊക്കെ ഉണ്ടോ? ഞാനൊരു ഇല്ല ഇതിപ്പോ അത് സ്ഥിരമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്താലാണ് അതിന്റെ ഒരു കാര്യമുള്ളൂ. ഞാൻ ഓണത്തിന് ഓണത്തല്ലൊക്കെ ഇല്ല, അങ്ങനെയുള്ള ഉണ്ടായാൽ ആദ്യം തന്നെ ഞാൻ അവിടെ നിന്ന് മാറിപ്പോകുള്ളൂ. നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വലിയ താല്പര്യമില്ല. ഇത് നമ്മൾ സ്ഥിരം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അതുകൊണ്ട് ഗുണമുള്ളൂ. അല്ലെങ്കിൽ ഇത് മെയിൻ കാര്യം ഇതിന്റെ സ്പീഡാണ്. സ്ഥിരം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നല്ല സ്പീഡിൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. സ്പീഡില്ലെങ്കിൽ തന്നെ ഇതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ സ്ഥിരം പ്രാക്ടീസ് ചെയ്യുന്നൊരവസ്ഥ എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കൈവിട്ട് പോയതാണ്. എന്നാലും വല്ലപ്പോഴും സീനിയർ ക്ലാസ്സുകളിലൊക്കെ പോകാറുണ്ട്. പഴയ ഓർമ്മകളൊക്കെ ഒന്ന് എടുക്കാനാണോ അതോ? എടുക്കാനല്ല, ഞങ്ങളുടെ മാഷുണ്ട്. എൻ്റെ മാഷ് ജോൺസൺ സംഭവം ഞങ്ങൾ വിളിക്കുക. അദ്ദേഹം ആളൂർ, ഇരിങ്ങാലക്കുട ആളൂരാണ് അദ്ദേഹത്തിൻ്റെ വീട്. അപ്പോൾ കല്ലേറ്റിങ്കര എന്ന് പറയുന്ന അദ്ദേഹം താമസിക്കുന്ന അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുകളിൽ തന്നെ ഒരു വലിയ ടെറസും വലിയൊരു ഏരിയ ക്ലാസ് ഉണ്ട് അവിടെ. അപ്പോൾ ഈ ഓണത്തിനൊക്കെ ക്യാമ്പുകളുണ്ട്. അപ്പോൾ ക്യാമ്പിലൊക്കെ വല്ലപ്പോഴും സമയം കിട്ടിയാൽ പോവും. കുറച്ച് ദിവസങ്ങളൊക്കെ അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ പഴയ ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കിയെടുക്കാം, അത്രേ ഉള്ളൂ. പക്ഷേ പഴയ പോലെ ത്രൂ ഔട്ട് പോകാനായിട്ടുള്ള സമയമില്ല, സാഹചര്യമില്ല. സമയം കിട്ടില്ല എന്ന് പറയുമ്പോൾ അത്രത്തോളം വർക്കിൽ ബിസി ആവുന്നതാണ്. വർക്കിൽ മാത്രമല്ല, കാരണം അത് ക്യാമ്പ് വെക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഷൂട്ട് ഉണ്ടാവാം. അല്ലെങ്കിൽ ക്ലാസ്സുകൾ, സീനിയർ ക്ലാസ് ഞാൻ പഠിച്ച് പെരുമ്പാവൂർ YMCയിലാണ്. ഇപ്പോൾ അവിടെ ക്ലാസ്സുകളുള്ള സമയം തിങ്കൾ വ്യാഴം ദിവസങ്ങളായിരുന്നു അന്ന് ക്ലാസ്. അപ്പോൾ ഈ സമയങ്ങളിലൊന്നും എനിക്ക് കറക്റ്റായിട്ട് ചെല്ലാൻ പറ്റില്ല. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് പിന്നെ നമ്മുടെ ജോലിയുടെ വഴി ഇതായതുകൊണ്ട് ഇതിലേക്ക് പോകുമ്പോൾ അത് പതുക്കെ മാറ്റി നിർത്തേണ്ടി വരും. അങ്ങനെ അകന്ന് പോയതാണ് അതുമായിട്ട്. പക്ഷെ താല്പര്യം ഇപ്പോഴും മനസ്സിലുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അത് ഓർക്കാറുണ്ട്, ക്യാമ്പുകളിൽ പോകാറുണ്ട്, വല്ലപ്പോഴൊക്കെ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ പോകുന്നു, കീപ്പ് ഇൻ ടച്ച് ആയിട്ട് നിൽക്കുന്നത്. അതെ, ഇപ്പൊ ആർട്സും മാർഷൽ ആർട്സും എന്നുള്ള ഒരു ഇത് മാത്രമല്ല, സ്പോർട്സിലും ഒരു താല്പര്യം ഉള്ള ആളല്ലേ? അതെ, ക്രിക്കറ്റിലൊക്കെ. അതെ അതെ. അപ്പോൾ അതെങ്ങനെയായിരുന്നു ആ ഒരു ജേർണി പോയത് ക്രിക്കറ്റിൽ? അതായത് ആർട്സിൽ നിന്ന് കുറച്ച് പേർക്ക് ചിലപ്പോൾ ആർട്സിൽ മാത്രമായിരിക്കും, കുറച്ച് പേർക്ക് സ്പോർട്സിൽ മാത്രമായിരിക്കും. പക്ഷെ എങ്ങനെയാണ് ഈ രണ്ടിലും ഒരു താല്പര്യം? അത് എന്താ പറയുക, നമുക്ക് ഒരു കളികളോടുള്ള താല്പര്യം അത്രേ ഉള്ളൂ. കാരണം നാട്ടിൽ കൊമ്പനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ നാട് അവിടെയാണ്. അതായത് പെരുമ്പാവൂരിൽ നിന്ന് 14 കിലോമീറ്റർ, വേങ്ങൂർ പഞ്ചായത്തിലുള്ള കൊമ്പനാട്. അവിടെ സെൻറ്റ് മേരീസ് ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്. തൊട്ടടുത്ത് തന്നെ ഗവൺമെൻറ് UP സ്കൂളുണ്ട്. അപ്പോൾ ആ സമയത്ത് സ്കൂൾ ടീം ക്രിക്കറ്റ് കളിക്കുന്നത് റബ്ബർ ബോളിലൊക്കെ കളിക്കുന്നത്. അപ്പോൾ കൊമ്പനാട് വായനശാലയിലുള്ള ഒരു ടീമുണ്ട്. അന്ന് കോർക്ക് ബോളിലാണ് ക്രിക്കറ്റ് കളിക്കുന്നത്. അപ്പോൾ എനിക്കിതിൽ ഞാൻ വളരെ നിക്കറിട്ട് കിടക്കുന്ന ചെറിയ പ്രായമാണ്. പക്ഷേ ഈ കോർക്ക് ബോൾ ഭയങ്കര കട്ട് ചെയ്തുകൊണ്ട് കളിക്കാൻ പേടിയൊക്കെ ഉണ്ട്. പക്ഷേ അവിടുത്തെ നമ്മുടെ കസിൻസൊക്കെ അതിൽ കളിക്കുന്നുണ്ടായിരുന്നു. ചേട്ടന്മാരൊക്കെ ഇങ്ങനെ നല്ല പ്രോത്സാഹനം തന്ന് പതുക്കെ അവരുടെ കൂടെ കൂടി സ്കൂളിൽ 10ാം ക്ലാസ് കഴിയുന്ന സമയത്തൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ വായനശാലയിലെ ടീമിൽ കയറി. പിന്നെ അവിടെ നിന്ന് ലോക്കൽ ടൂർണമെൻറ്റ്സ് നടത്തുക, അല്ലെങ്കിൽ കളിക്കുക, പോയി കളിക്കുക, അങ്ങനെയുള്ള ഇതൊക്കെ ആയിട്ട് അത്യാവശ്യം ക്രിക്കറ്റുമായിട്ട് വളരെ നന്നായിട്ട് പോകുന്ന, ക്രിക്കറ്റുമായിട്ട് ചേർന്ന് പോകുന്നൊരു ലൈഫ് സ്റ്റൈലായിരുന്നു അന്ന്. പിന്നെ ക്രിക്കറ്റ് കളി മാത്രമായി എന്ന് പറയുന്ന പോലെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. കോളേജിലൊക്കെ ചെന്നപ്പോഴും ഫസ്റ്റ് ഇയർ തന്നെ കോളേജ് ടീമിലൊക്കെ കയറി. അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് നിന്നതാണ്. അതുപോലെ തന്നെ ഫുട്ബോളും കളിക്കുമായിരുന്നു. പക്ഷേ ഒരുപാടില്ല, എന്നാലും അത്യാവശ്യം ലോക്കലൊക്കെ കളിക്കും, ഷട്ടിൽ കളിക്കും. അങ്ങനെ സ്പോർട്സിനോട് താല്പര്യമുള്ള ആളാണ്. പക്ഷെ കുറെ കൂടി ക്രിക്കറ്റാണ് കുറച്ചും കൂടെ കൂടുതൽ. ഇപ്പോഴും കളിക്കുന്നുണ്ട് ക്രിക്കറ്റ്. ഇപ്പോൾ CCF എന്ന് പറയുന്ന ഞങ്ങളുടെ സംഘടനയായിട്ടുണ്ട് എറണാകുളത്ത്. അത് സിനിമ മേഖലയിൽ, സിനിമ, സീരിയൽ അല്ലെങ്കിൽ മീഡിയ മേഖലയിൽ നിൽക്കുന്ന എല്ലാ ചീഫ് ടെക്നീഷ്യന്മാരും അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളുള്ള ഒരു ഇതാണ്. 10-16ഓളം ടീമുകളുണ്ട്. അപ്പോൾ ഞാൻ മാസ്റ്റർ ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ടീമിലാണ് ഞാൻ കളിക്കുന്നത്. ഒപ്പം നമ്മുടെ ആത്മ എന്ന് പറയുന്ന സംഘടനയിൽ സീരിയൽ താരങ്ങളുടെ ഒരു ടീമുണ്ട്. ഇപ്പോൾ ഈ അടുത്തൊരു മാച്ച് വരുന്നുണ്ട്, സിനിമ വേഴ്സസ് സീരിയൽ ഒരു മാച്ച് വരുന്നുണ്ട് അടുത്ത മാസം 8-ാം തീയതി. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ക്രിക്കറ്റ് ഇപ്പോഴും ലൈവാണ്, ഇപ്പോഴും പ്രാക്ടീസ് ഉണ്ട്, ഇപ്പോഴും കളിയുണ്ട്. അതിപ്പോഴും വിടാതെ തന്നെ അതിലൊരു ഞാനില്ലേ ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ ഫേസ് എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സിൽ പതിയുന്നത് കുടുംബവിളക്കിലാണ്, കുടുംബവിളക്ക് സീരിയലിലാണ്. അപ്പോൾ അതിനു മുന്നേയും എനിക്ക് അറിയാവുന്ന ഒരാൾ തന്നെയാണ്, ഫേസ് സിമിലർ, അതായത് എനിക്ക് ഫെമിലിയർ ആണ്. പക്ഷെ എങ്കിലും കുടുംബവിളക്കിൽ എനിക്ക് ഒന്ന് കുറേ കൂടി ആൾക്കാർ തിരിച്ചറിയുന്ന ഒരു കാര്യം എന്താ, ഞാനിങ്ങനെ ചേട്ടനെയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. എൻ്റെ അമ്മയും ഫസ്റ്റ് ചോദിച്ചത് സുമിത്രയുടെ ബ്രദർ അല്ലേ, അതാണ് ചോദിക്കുന്നത്. അപ്പോൾ കുടുംബവിളക്കിലേക്ക് എങ്ങനെയായിരുന്നു എത്തപ്പെട്ടത്? കുടുംബവിളക്കിൽ അതിൻ്റെ കൺട്രോളർ ജോസ് പെരൂർക്കടയാണ് എന്നെ ആദ്യമായിട്ട് വിളിക്കുന്നതിലേക്ക്. അപ്പോൾ ജോസിൻ്റെ കൂടെ ഞാൻ അന്ന് വർക്ക് ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് വർക്ക് ചെയ്തത്. അപ്പോൾ അങ്ങനെ അത് മനോജ് ചേട്ടൻ ചെയ്തു വെച്ചൊരു ക്യാരക്ടറാണ്. എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് അദ്ദേഹം മാറിയതാണ്. അങ്ങനെ ഞാൻ പകരം ചെല്ലുന്നതാണ്. അത്
കുറച്ച് മുന്നോട്ട് പോയപ്പോൾ എല്ലാവരോടും ഭയങ്കര സിങ്കായി. KK ആണെങ്കിലും നൂബിനാണെങ്കിലും എല്ലാവരും വളരെ നല്ല ടീമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഷൂട്ട് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നാൽ വീട്ടിലേക്ക് പോകുന്നതായിട്ട് തോന്നുമെങ്കിൽ പോലും തിരിച്ച് ഷൂട്ടിൽ ലൊക്കേഷനിലേക്ക് ചെല്ലുമ്പോൾ വേറൊരു വീട്ടിലേക്ക്, നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് ചെല്ലുന്ന പോലെ ഒരു ഫീലായിരുന്നു അവിടെ. അങ്ങനെ നല്ല നല്ല രസകരമായിട്ടുള്ള എല്ലാ ക്രൂവും എല്ലാ ടെക്നീഷ്യന്മാരും വളരെ നന്നായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്ത് ഒരു 4-4.5 വർഷത്തോളം നമ്മൾ അത് വർക്ക് ചെയ്തിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗിൽ വന്ന സീരിയലാണ്. മാത്രമല്ല ആ സമയത്ത് പല പ്രാവശ്യം കോവിഡായിട്ട് ആളുകളൊന്നും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുമ്പോഴും വീട്ടിലുള്ള എല്ലാവരും സീരിയൽ കാണുമല്ലോ. അപ്പം നിർബന്ധിതമായിട്ട് കാണാൻ വേണ്ടിയിട്ടൊരു സാഹചര്യം അന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മളെല്ലാവരും തന്നെ കണ്ടു. അങ്ങനെയാണ് കുറച്ചും കൂടെ സീരിയലിന് കുറച്ചും കൂടെ ഒരു പോപ്പുലാരിറ്റിയും എനിക്കും ഒരു പോപ്പുലാരിറ്റി കിട്ടിയത് അങ്ങനെയാണ്. അതിൽ ഇപ്പൊ കുറെ വർഷമായില്ലേ സിനിമ സീരിയൽ എന്ന് പറയുന്ന രംഗത്ത്, പക്ഷെ സ്റ്റിൽ ഇപ്പോഴും ചാൻസുകൾ നമ്മൾ ചോദിച്ച് വാങ്ങേണ്ട ഒരു സിനാരിയോ ഉണ്ടോ ഈ ഫീൽഡിൽ? അത് അങ്ങനെ ഉണ്ട്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട്. അതായത് സീരിയലാണെങ്കിൽ നമുക്ക് ഒരു സീരിയൽ കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ച് ബന്ധങ്ങളുണ്ടാവും. അപ്പോൾ ആ ബന്ധങ്ങൾ വെച്ച് അടുത്ത സീരിയൽ വരും, അതങ്ങനെ തുടർന്ന് പോകും. ഇതൊരു എല്ലാ മാസവുമുള്ള ഷെഡ്യൂൾ അങ്ങനെ വരുന്നതാണ്. സിനിമ എന്ന് പറയുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ തുടങ്ങിയ സിനിമയിലാണ്. അവിടെ നിന്നാണ് ഞാൻ സീരിയലിലേക്ക് വന്നത്. 2002 കന്യാധനം എന്ന് പറയുന്ന സീരിയലിൽ ഹീറോ ആയിട്ടാണ് കിട്ടിയത്. അങ്ങനെയാണ് ഞാൻ വന്നത്. അന്ന് സീൻ ആൻ്റണി ആയിരുന്നു ഹീറോയിനായിട്ട്. അഖിലേഷ് എന്ന് പറഞ്ഞ ഡയറക്ടറായിരുന്നു, എയർ പ്രൊഡക്ഷൻസിൻ്റെ, എ രാധാകൃഷ്ണൻ എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് അത് കഴിഞ്ഞ ശേഷം അത് അത്യാവശ്യം നന്നായിട്ട് പോയ സീരിയലാണ്. പിന്നെ സ്വാഭാവികമായിട്ടും അത് തീരുമ്പോഴേക്കും നമ്മളെക്കുറിച്ച് സീരിയൽ ഇൻഡസ്ട്രിയിലെ ആളുകൾ ചർച്ച ചെയ്യും, ടെക്നീഷ്യന്മാരെല്ലാം ചർച്ച ചെയ്യും. അടുത്തൊരു വർക്ക് വരുമ്പോൾ എന്നാൽ പുള്ളിയെ വെച്ചാലോ എന്ന് തോന്നിക്കും, അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കും. അങ്ങനെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വർക്കുകൾ കിട്ടിക്കൊണ്ടിരുന്നു. വർക്ക് അന്വേഷിച്ച് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഇങ്ങനെ വന്ന് കുറേ കഴിയുമ്പോഴേക്കും അതിനിടയ്ക്ക് ഞാൻ സിനിമയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ വിളിക്കുമ്പോൾ അങ്ങനെ പോയി ചെയ്യും. പക്ഷേ വലിയൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല സിനിമയ്ക്കും വിളിക്കുമ്പോൾ ഈ സീരിയലിൻ്റെ ലൊക്കേഷനിലായിരിക്കും, അത് പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ 1-2 പ്രാവശ്യം വിളിക്കുമ്പോൾ പോകാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അവർ വിളിക്കില്ല. അവർ വിളിക്കണതിന് മുമ്പ് തന്നെ പറയും അവനെ വിളിക്കണ്ട, അവർ മിക്കവാറും സീരിയലിൻ്റെ ലൊക്കേഷനിലാക്കി ഡേറ്റ് ക്ലാഷോ വിട്ടേക്ക് എന്ന് പറയും. അങ്ങനെ ഒരുപാട് സിനിമാക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടു. ഒരുപാട് സിനിമാക്കാർ വിളിക്കാണ്ടായി. എന്നാലും വളരെ വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാർ വിളിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി ചെയ്യാറുണ്ട്. സിനിമയിൽ ഇപ്പോഴും നമ്മൾ ചാൻസസ് ചോദിച്ച് തന്നെ പോകണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ സിനിമയാണ് ആവശ്യം, സിനിമയ്ക്ക് ഇപ്പോൾ നമ്മൾ ആവശ്യമില്ല. നമ്മളെ സിനിമയ്ക്ക് ആവശ്യമുള്ളൊരു സമയം വരുമ്പോൾ വരിക എന്ന് പറഞ്ഞാൽ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുക, അത് ജനങ്ങൾ അംഗീകരിക്കുക, അതിലൂടെ നമ്മളൊരു എന്താ പറയുക നമ്മുടെ ഒരു ലെവൽ മാറുക, നമ്മൾ ആവശ്യമാണ് സിനിമയ്ക്കെന്ന് തോന്നുന്നൊരവസ്ഥ വന്നാൽ മാത്രമേ നമുക്ക് സിനിമയിൽ ഈ ചാൻസ് ചോദിച്ച് പോകേണ്ടാത്തൊരവസ്ഥ ഉണ്ടാവുള്ളൂ. അതുവരെ നമ്മൾ ചാൻസ് ചോദിച്ച് തന്നെ പോകണം. പക്ഷേ ഞാൻ ഒരുപാട് എൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരോടൊന്നും ഇങ്ങനെ ചാൻസ് ചോദിക്കാനുള്ളൊരു മടിയുണ്ട്. വേറെ ഒന്നുമല്ല, അത് ഒരു കോംപ്ലക്സ് ഒന്നുമല്ല ഒരിക്കലും. പക്ഷേ അവരെന്ത് വിചാരിക്കും എന്നൊരു തോന്നൽ അതുണ്ട്. അത് മാത്രമല്ല വളരെ അടുപ്പമുള്ള ആളുകളാണ് അവരെല്ലാവരും. അവർക്കറിയാം ഞാൻ അവരുടെ ഒക്കെ ഒപ്പം ഒരുമിച്ച് തുടങ്ങിയ ആൾക്കാർ പലരും ഉണ്ടെന്നിപ്പോൾ. ഞാൻ അവരെ പേരൊന്നും പറയുന്നില്ല, അവരൊക്കെ നല്ല വലിയൊരു പൊസിഷൻ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവൻ അഭിനയിക്കുന്നതാണെന്ന് അറിയാം. എന്നാൽ നമുക്കൊരു വേഷം വിളിച്ചു കൊടുത്താൽ എന്താണെന്ന് ചിന്തിക്കാൻ വേണമെങ്കിൽ, പക്ഷേ അവർക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാവില്ലായിരിക്കാം, നല്ല കാരണങ്ങൾ ഇവരെ കാണാം. അപ്പോൾ അതുകൊണ്ടായിരിക്കാം നമ്മളങ്ങനെ അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ട അങ്ങോട്ട് പോകാറില്ല. ഇപ്പോൾ ഞങ്ങളൊരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് വളരെ വേണ്ടപ്പെട്ട നമ്മുടെ എന്താ പറയുക, ഈ ഒരുപാട് വർഷം നിന്നിട്ട് രക്ഷപ്പെടാതെ പോയ ഒരുപാട് ആളുകളെന്ന് പറയില്ലേ, അങ്ങനെ എല്ലാ മേഖലയിലുള്ള ഒരു വലിയ ടീമുണ്ട് ഞങ്ങളുടെ. ഒരു 2-3 ടീമുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം ചെറിയ പടങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ദൈവം സഹായിച്ചാൽ ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷമൊക്കെ ആയിട്ട് അത് ഷൂട്ട് തുടങ്ങും. അപ്പോൾ ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു മെയിൻ ക്യാരക്ടർ നമ്മളുടേതായ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ ചെയ്ത് വരിക എന്നല്ലാതെ നമ്മളിനി ചെന്നാൽ പലരും വിചാരിക്കുമോ അവൻ ഇത്ര വർഷമായതില്ല, അവൻ ഈ ചെറിയ ക്യാരക്ടേഴ്സൊക്കെ ഇങ്ങനെ വിളിച്ചു കൊടുക്കുക, അവനെ വിളിക്കേണ്ട, നല്ല ക്യാരക്ടർ വരുമ്പോൾ വിളിക്കാം എന്ന് പറയും. പക്ഷെ നല്ല ക്യാരക്ടർ വരുമ്പോൾ അതിന് ഒന്നുകിൽ ഡയറക്ടർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ക്യാമറമാൻ അല്ലെങ്കിൽ ഹീറോ അവരുടെയൊക്കെ വേണ്ടപ്പെട്ട ആളുകൾ വരുമ്പോൾ അവർക്കത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ വന്ന് അവസാനം ബാക്കി വരുന്ന ചെറിയ ക്യാരക്ടറാവും വീണ്ടും. അപ്പോഴും നമ്മളെക്കുറിച്ച് എന്തെങ്കിലും അയ്യോ അത്രയും ചെറുതല്ല, അവനെ വിളിച്ചിട്ട് എങ്ങനെയാണ് അത് ചെയ്യുക, അത് അടുത്തേൽ നോക്കാം, ഇങ്ങനെ പോകുന്ന നഷ്ടപ്പെടുന്ന അവസരങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇതിൽ ചാൻസ് ചോദിച്ചു തന്നെ ആവണം. സീരിയലിൽ പിന്നെ കുറച്ചും കൂടെ ലൈവായിട്ട് നമുക്കിങ്ങനെ 1 by 1 ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. വന്നോളൂ. കാരണം നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇപ്പോൾ ആരൊക്കെയാണ് ചെയ്യാതിരിക്കുന്നത്, ഇപ്പോൾ ഒരു 2-3 വർഷമൊക്കെ ഗ്യാപ്പ് ഇട്ട ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്തുകൊണ്ട് ചിലപ്പോൾ 1 വർഷം ഗ്യാപ്പ് ഇടും. അപ്പോൾ ഒരു ഫ്രഷ്നസ് കിട്ടും. അപ്പോൾ അങ്ങനെ
അവർ കൃത്യമായിട്ട് നോക്കി നിൽക്കുന്നുണ്ടാവും. കാരണം ഒരുപാട് ചാനലുണ്ട്, ഒരുപാട് സീരിയൽസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആർട്ടിസ്റ്റുകൾ ഒരുപാട് ആൾക്കാർ വേണം, പുതിയ ആൾക്കാർ ഒരുപാട് വരുന്നുണ്ട്. പക്ഷേ പഴയ ആൾക്കാരെ അത്യാവശ്യം വലിയൊരു ക്യാരക്ടർ റോൾ ചെയ്യാനായിട്ട് അവർ നോക്കുമ്പോൾ ഇന്ന പോലത്തെ ആൾ എന്നുള്ളൊരു റെഫറൻസ് പോലും ചിലപ്പോൾ നമ്മളെയൊക്കെ പോലെ ആയിരിക്കും പറയുന്നത്. അവർ പഴയ ആൾക്കാരായതുകൊണ്ട് മാത്രം. അപ്പോൾ അവരുണ്ടോ നോക്കുക, ഇവരുണ്ടോ നോക്കുക, പുള്ളി ഇപ്പോൾ ഏതാ ചെയ്യുന്നത്, അങ്ങനെ അന്വേഷിക്കും. അന്വേഷിച്ചിട്ട് പുള്ളി ഇപ്പോൾ ചെയ്യുന്നില്ലെങ്കിൽ വിളിക്കുക എന്ന് പറയും. അങ്ങനെ നമ്മളറിയാണ്ട് തന്നെ നമുക്ക് കോളുകൾ വരാം. മറ്റത് അങ്ങനെയല്ല, നമ്മളെ യാതൊരു നിർബന്ധവുമില്ല. നമ്മളെപ്പോലെ 100 അല്ല 1000കണക്കിന് ആളുകൾ ഇഷ്ടംപോലെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് അവിടെ പോയി ചോദിച്ചാൽ തന്നെയാണ് സിനിമയിൽ കിട്ടുകയുള്ളൂ. സീരിയലിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഇപ്പൊ സിനിമയിൽ നിന്നല്ലേ സീരിയലിലോട്ട് വന്നത്. അപ്പൊ ആ സമയത്ത് സീരിയലിലേക്ക് ഒന്ന് കാല് വെക്കുന്ന സമയത്ത് പേടിയുണ്ടായിരുന്നു, അതായത് ഇനി എനിക്ക് സിനിമയിൽ ഒരു ചാൻസ് ആൾക്കാർ വിളിക്കോ, ചാൻസസ് കിട്ടോ? കാരണം പലർക്കും അങ്ങനെ ഒരു തോട്ടുണ്ട്, അതായത് സിനിമയിൽ നിന്ന് സീരിയലിലേക്ക് വന്നാൽ പിന്നെ സിനിമയിലേക്ക് ഒരു മടങ്ങിപ്പോക്കില്ല എന്ന്. അങ്ങനെ എന്തെങ്കിലും ഒരു പേടി ഉണ്ടായിട്ടുണ്ടോ തുടക്കത്ത്? അത് ഞാൻ വന്ന സമയത്ത് അങ്ങനെ ഒരു വേർതിരിവ് അങ്ങനെ കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല ഇൻഡസ്ട്രിയിൽ. 2002 ഞാൻ സീരിയലിലേക്ക് നായകനായിട്ട് വരുന്നത്. അതിന് മുമ്പ് ചെറിയ വേഷങ്ങളൊക്കെ സീരിയൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ മെയിൻ വേഷം ചെയ്യുന്നത് 2002 ആ സമയത്തൊന്നും സീരിയൽ ചെയ്താൽ സിനിമ കിട്ടില്ല എന്നുള്ളൊരു ഇതൊന്നുമില്ല. കാരണം വലിയ വേർതിരിവൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ മക്കന എന്ന് പറയുന്ന പടം ചെയ്യുന്ന സമയത്ത് എനിക്ക് ഉണ്ടായ ഒരു അനുഭവമുണ്ട്. അതായത് അതിൽ AD ആയിട്ട് ഉള്ള ഒരു പയ്യൻ അഭിനയിക്കാനും ഞാൻ അതിലൊരു SI ആയിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. അപ്പോൾ അവനിങ്ങനെ എന്തോ കാര്യം പറഞ്ഞപ്പോൾ തമാശ രൂപേണ പറഞ്ഞു, ചേട്ടാ ഇത് സീരിയലല്ല സിനിമയാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാനത് നോട്ട് ചെയ്തു. കാരണം അവന് അന്ന് ഒരു 10-20 വയസ്സ് കാണിയായിരിക്കും. ഞാൻ അപ്പോഴും ഒരു 10-30 വർഷമായി ഇൻഡസ്ട്രിയിൽ. പക്ഷെ അങ്ങനെയുള്ള ഒരാൾ പോലും അങ്ങനെ പറയണമെങ്കിൽ ആ ഒരു ന്യൂ ജെൻ ആളുകൾ തലയിൽ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് സീരിയലുകാരൊക്കെ ഒരു എന്താ പറയുക, ഒരു അമച്വർ ആണ്, അവര് എല്ലാം കൊണ്ടും വളരെ താഴെയാണ്, സിനിമയാണ് അൾട്ടിമേറ്റ് എന്ന് പറയുന്ന ആ ഒരു മനോഭാവം അത് കുറച്ച് ആളുകൾക്കേ ഉള്ളൂ. അത് ഈ എന്താ പറയുക, പുതിയ കുറച്ച് ജനറേഷനിലെ ആളുകൾക്കേ ഉള്ളൂ. കൊറോണ സമയത്ത് ഞാനത് അതിൻ്റെ ഓപ്പോസിറ്റും കണ്ടതാണ്. കാരണം സിനിമാക്കാർക്കൊന്നും ഒരു പണി ഉണ്ടായിരുന്നില്ല, സീരിയലുകാർ അപ്പോഴും വളരെ ലൈവായിട്ട് നിന്നു. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം ഇത് ആരും മുകളിലോ അല്ലെങ്കിൽ ആരും മോശമെന്നല്ല, പക്ഷെ ചില ആളുകൾക്ക് അങ്ങനെ ഒരു മനസ്ഥിതിയുണ്ട്, മെന്റാലിറ്റി ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളവർ പറയുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അധികം സീരിയലിലേക്ക് വന്നാൽ പിന്നെ സിനിമയിലേക്ക് രക്ഷയില്ല. അതുകൊണ്ട് സീരിയൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാം. എത്രയോ സിനിമയിൽ അഭിനയിക്കുന്ന ഇപ്പോഴും നല്ല മെയിൻ വേഷങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ചേച്ചിയുണ്ട്. ഉണ്ട് ചേച്ചി എല്ലാം ചെയ്യുന്നതാണ്. അവർ സിനിമയിൽ വലിയ വേഷങ്ങൾ കിട്ടാത്ത സമയത്ത് എന്നെ പേഴ്സണലി വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, എടാ സീരിയലിൽ നല്ല ക്യാരക്ടേഴ്സ് ഉണ്ടോ, ഉണ്ടെങ്കിൽ പറയണേ എന്ന് പേഴ്സണലായിട്ട് എന്നെ വിളിച്ച് പറയുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അവർ പലരും ഞാൻ ലൊക്കേഷനിൽ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ അവർക്ക് അതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. അവർ പക്ഷേ ഞാൻ സിനിമ തന്നെ വെയിറ്റ് ചെയ്യുന്നുള്ളൂ പറഞ്ഞിട്ട് ഇപ്പോൾ വളരെ നല്ല ലീഡിങ് നിൽക്കുന്ന പല സിനിമാ നടന്മാരും എൻ്റെ സുഹൃത്തുക്കൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അത് പലരുടെയും ഒരു മനോഭാവമാണ്, സീരിയൽ ചെയ്താൽ സിനിമ കിട്ടില്ല എന്നുള്ളത്. പക്ഷേ നമ്മൾ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കൂടുതലും ട്രൈ ചെയ്താൽ സിനിമ കിട്ടും. അത് നമ്മുടെ ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം വേണമെന്നുള്ളൂ. കാരണം നമുക്ക് ഏതിലാണോ പരാതിയുള്ളത് ആ പരാതിയുള്ള കാര്യത്തിൽ നമ്മൾ എത്രമാത്രം ആത്മാർത്ഥത കാണിക്കുന്നുണ്ട് എന്ന് ചിന്തിച്ചാൽ മാത്രം മതി. അതെ. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞതുപോലെ 2 മീറ്ററിലാണ് അഭിനയം എന്ന് പറഞ്ഞില്ലേ സിനിമയിലും സീരിയലിലും എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പൊ കുറച്ചു മുന്നേ പറഞ്ഞില്ലേ, അതായത് സ്പീഡും കാര്യങ്ങളുമായിട്ട് നമുക്ക് കോപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അതെന്താ ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കുന്നതും സീരിയലിൽ അഭിനയിക്കുന്നതും രണ്ട് രീതിയിലാണോ? 2 രീതിയൊന്നുമില്ല. അഭിനയം എല്ലായിടത്തും ഒരേപോലെ തന്നെയാണ്. അത് ആ ഒരു ക്യാരക്ടറിൻ്റെ അല്ലെങ്കിൽ ആ മൂഡ് അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ അനുസരിച്ച് കുറച്ച് ചിലപ്പോൾ ഡ്രാമ കയറി വരാം, അല്ലെങ്കിൽ അങ്ങനെ ആവശ്യമുള്ള സമയം ഉണ്ടാവാം. ഡ്രാമ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട സമയം ഉണ്ടാവാം. ആ സിറ്റുവേഷൻ മാത്രമേ ഉള്ളൂ. മൊത്തം സിനിമയ്ക്ക് അത് ബാധകമല്ല. അപ്പോൾ അതിൽ ആളുകളത് എങ്ങനെ ഡീൽ ചെയ്യുന്നു അനുസരിച്ചിരിക്കും. പൊതുവെ സീരിയൽസിൽ സെൻറ്റിമെൻറ്റ്സിനൊക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതലുണ്ട്. അപ്പോൾ കണ്ണീർ കഥകൾ എന്നുള്ള പറയുന്ന കാര്യം. അപ്പോൾ അതിൽ വരുമ്പോൾ ഈ ഡ്യൂറേഷൻ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ കൂടുതലും കട്ട് ഷോട്ട്സ് വയ്ക്കാതെ കുറച്ച് സൂം ബാക്കോ അല്ലെങ്കിൽ ട്രോളി ഷോട്ടൊക്കെ ഇങ്ങനെ ഇടും. അത് ഇടുന്നത് ഈ എടുക്കുന്ന ടെക്നീഷ്യന്മാർക്കും ഡയറക്ടറിനും എല്ലാം കൃത്യമായിട്ട് അറിയാം ഇത് ലാഗാണ്, പക്ഷേ ഈ സമയത്ത് ഇത് വേണം, ഇല്ലെങ്കിൽ ഫുട്ടേജ് ഉണ്ടാവില്ല എന്നുള്ള കൃത്യമായ ബോധ്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് അവർ ചെയ്യുന്നത്. പക്ഷേ ഇത് കാണുന്ന മറ്റുള്ള സിനിമയിലുള്ള ആൾക്കാർ ഇവർക്ക് ഇത് എടുക്കാൻ അറിയാൻ മേലാത്തതുകൊണ്ട് ഇത്രയും കൂടുതൽ സമയം എടുക്കുന്നതാണെന്നുള്ളൊരു രീതിയിൽ അതിനെ പറയുന്നതാണ്. ഇപ്പം സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഡയറക്ടേഴ്സ് സീരിയൽ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്, പലരുണ്ട്. അവർക്ക് ആദ്യം ചിലപ്പോൾ അത് ഭയങ്കര പ്രശ്നമായിരിക്കും, കാരണം ഫുട്ടേജ് കിട്ടില്ല. പിന്നീട് അവർ ഇതിലേക്ക് യൂസ്ഡ് ആവും. സ്വാഭാവികമായിട്ടും അവർക്ക് ഫുട്ടേജ് കിട്ടും,
ഈ പറയുന്ന അവരന്ന് സിനിമയിലിരുന്ന സമയത്ത് നോക്കി കണ്ട ലാഗ് ഇവിടെ ഉണ്ട് തന്നെ. ഇവിടെ ഉണ്ട്. പക്ഷെ അതിപ്പോൾ അപ്പോൾ ഫീൽ ചെയ്യില്ല. ആ ഒരു വ്യത്യാസമുണ്ട് ശരിക്കും. ഇപ്പൊ ശരിക്കും സീരിയലുകളും കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാൻ നോക്കുന്നില്ല. അതായത് കുറച്ച് മുന്നേ പറഞ്ഞില്ലേ, ഇപ്പൊ കണ്ണീർ പരമ്പരകളെന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ആ ഒരു ജേണറിൽ നിന്ന് കുറച്ച് മാറാൻ ശ്രമിക്കുന്നില്ല ഇപ്പോഴത്തെ. തീർച്ചയായിട്ടും ഇപ്പോൾ നല്ല നല്ല ഒരുപാട് കഥകൾ വരുന്നുണ്ട്. മിക്കവാറും മറ്റുള്ള ഭാഷകളിൽ വന്ന് ഒരുപാട് സക്സസ് ആയ സീരിയൽസ് നമ്മൾ മൊഴി മാറ്റി ഇങ്ങോട്ടേക്ക് ചെയ്യുന്നുണ്ട്. അതിൽ അങ്ങനെ ഒരെണ്ണമായിരുന്നു കുടുംബവിളക്ക്. ഇപ്പം ഈ വലിയേട്ടനും അതുപോലെ തന്നെ ഒരു സീരിയലാണ്. അപ്പോൾ ഇത് അവിടെ സക്സസ് ആയതുകൊണ്ട് മാത്രമല്ല, അത് ഇവിടെ പറ്റുന്നൊരു കഥയാണ്, ഇവിടെയും അത് സ്വീകരിക്കപ്പെടും എന്നുള്ളൊരു തോന്നലുള്ളതുകൊണ്ടാണ്, ഒരു മിനിമം ഗ്യാരണ്ടി എന്നുള്ള രീതിയിലാണ് അത് അവരെടുക്കുന്നത്. ചില കാര്യങ്ങളൊക്കെ, ചില ആഘോഷങ്ങളൊക്കെ നമ്മുടേതായ രീതിയിലേക്ക് കൊണ്ടുവരേണ്ടി വരും. ഇപ്പോൾ കർണാടകയിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലുള്ളൊരു ഫെസ്റ്റിവലിൽ അല്ല നമുക്കിവിടെ കാണിക്കാൻ പറ്റുക. അപ്പം അങ്ങനെ ചില പ്രാദേശികമായ ചില മാറ്റങ്ങളും ഉണ്ടാവും അതിൽ. പക്ഷെ എന്നാലും കഥ അത് തന്നെയായിരിക്കും. ചില സിറ്റുവേഷൻസിനെ കുറച്ച് മാറ്റങ്ങൾ വരുത്തും. അത് ലോങ് ടൈം പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനത്തെ കഥകൾ നമ്മൾ കൂടുതലും ഇവിടെ എടുക്കുന്നത്. പിന്നെ അമൃത പോലെയുള്ള ചാനലിലാണെങ്കിൽ സോഷ്യൽ എന്താ പറയുക, റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് സബ്ജക്ട്സ് അവർ കൂടുതൽ എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പഴയകാല കണ്ണീർ കഥകളിൽ നിന്നൊക്കെ മാറിയിട്ട് കുറച്ചും കൂടെ ആളുകൾക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കുന്ന പോലെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ അമൃത ചാനലിൽ ചെയ്യുന്നത്. പിന്നെ എല്ലാത്തിലും എന്തെങ്കിലുമൊക്കെ ഒരു നല്ല ചെയ്യാൻ പാടില്ല എന്നുള്ളത് പറയുന്ന സാധനം കഥകളിലൂടെ കാണിക്കുന്നുണ്ട്. ഈ കുടുംബവിളക്കിൽ ഏറ്റവും കൂടുതൽ അങ്ങനെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് കൂടുതൽ സക്സസ് ആയത്. അല്ല, അപ്പൊ അതാ ഞാൻ ചോദിച്ചത്. അതായത് അതുകൊണ്ട് തന്നെ കുറെ കൂടി പുരുഷന്മാരും സീരിയൽ കാണുന്ന ഒരു ഇതിലേക്ക് കൊണ്ടുവരാൻ ഇപ്പൊ പറ്റുന്നില്ലേ? ഈ പുരുഷന്മാര് സീരിയൽ കാണുന്നതിന്റെ മെയിൻ ഒരു കാരണം കൊറോണ ആയിരുന്നു എന്ന് ഞാൻ ഒരു സമയത്ത് മനസ്സിലാക്കി. അല്ലാതെ തന്നെ ഒരു കുറച്ച് ഏജ് കഴിഞ്ഞ ആളുകൾ, അതായത് വീട്ടിൽ സ്ഥിരമായിട്ടിരിക്കുന്ന റിട്ടയർ ആയിട്ടുള്ള ആളുകൾ, അവർ ആണുങ്ങളാണെങ്കിലും കൂടുതൽ സീരിയൽ കാണുന്നവർ തന്നെയാണ്. പിന്നെ ചെറുപ്പക്കാരാണ് കൂടുതലും സീരിയൽ കാണാത്തവർ. അവർ എന്തെങ്കിലും ആവശ്യത്തിന് വീട്ടിൽ ഒരു മുറിയിൽ നിന്ന് അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് ടി വി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് പോകും. ആ സമയത്തൊന്ന് കാണും. അത് കഴിഞ്ഞിട്ട് അവരത് തന്നെ പറയുകയും ചെയ്യും, സീരിയലിൽ അഭിനയിക്കുന്നുണ്ടല്ലേ എന്നൊക്കെ ചോദിച്ചാൽ അതുണ്ട് എന്ന് പറയുമ്പോൾ ഏത് സീരിയലാണ് എന്ന് പറയും. അപ്പോൾ സീരിയലിൻ്റെ പേരും പറഞ്ഞ ശേഷം അവർ പറയും ഞാനൊന്നും കാണാറില്ല കേട്ടോ എന്ന് പറയും. അപ്പോൾ ഞങ്ങൾ ശരി, ആണുങ്ങൾ സീരിയൽ കാണുന്നത് മോശമാണെന്ന് ഞാൻ അങ്ങോട്ട് പറയും. അപ്പോൾ അല്ല അങ്ങനെയല്ല, വീട്ടിൽ അപ്പോൾ പുള്ളിക്ക് മനസ്സിലാവും അത് കേൾക്കുമ്പോൾ. അപ്പോൾ വീട്ടിൽ അമ്മ സ്ഥിരം കാണും, അമ്മയുടെ തലയിലേക്ക് വെച്ചു കൊടുക്കും. അപ്പോൾ അമ്മ കാണുന്ന സമയത്ത് ഞാനതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ജസ്റ്റ് നോക്കും, അമ്മ അങ്ങനെ കണ്ടിട്ടുണ്ട്. പിന്നെ പരസ്യങ്ങളൊക്കെ വരുമ്പോൾ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയും. അപ്പം എനിക്ക് ഒരു സ്ഥലത്തുണ്ടായ ഒരു അനുഭവം പറയാം. അതായത് അദ്ദേഹം ഒരുപാട് പ്രായമൊന്നുമില്ല, ചെറുപ്പക്കാരനുമല്ല, അത്യാവശ്യം ഒരു മീഡിയം ഏജിലുള്ള ആളാണ്. അദ്ദേഹം നിൽക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്ത് 2-3 സ്ത്രീകളുണ്ട്. അപ്പോൾ അവരിങ്ങനെ സീരിയൽ സ്ഥിരം കാണുന്നതാണ്, കുടുംബവിളക്ക് കാണുന്നതാണ്. അപ്പോൾ അതിനോട് അവർ പറഞ്ഞിങ്ങനെ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അദ്ദേഹം അടുത്ത് നിൽക്കുന്ന ആൾ വളരെ ഗൗരവത്തിൽ എൻ്റെ മുഖത്തോട്ട് നോക്കുന്നുണ്ട്, മനസ്സിലാവാത്ത പോലെയൊക്കെ. അപ്പോൾ ചേച്ചി പറഞ്ഞു ഇത് മനസ്സിലായില്ലേ, ആള് മറ്റേ കുടുംബവിളക്കിലെ മറ്റേ സുമിത്രയുടെ സീരിയലിലെ ശരണ്യയുടെ ഹസ്ബൻഡ്, പുള്ളിക്ക് ഒന്നും മനസ്സിലാത്ത പോലെ ഇങ്ങനെ നിന്ന് പുള്ളി സീരിയലാണല്ലേ, അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അടുത്ത ഡയലോഗ് മിക്കവാറും ഞാൻ സീരിയൽ കാണാറില്ല എന്ന് പറയാനായിരിക്കും. പുള്ളി അത് പറഞ്ഞില്ല, പകരം അത് എത്ര മണിക്കാണ് സമയം പറഞ്ഞു, അത് ഏത് ചാനലാണ് സമയം പറഞ്ഞു, ചാനൽ പറഞ്ഞു ഏഷ്യാനെറ്റാണെന്ന് പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അദ്ദേഹത്തോട് അധികം സംസാരിക്കുമ്പോൾ ഇവരിങ്ങനെ വാദവരാതെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പുള്ളി കാണാറില്ലല്ലോ. പുള്ളി അടുത്തൊരു ചോദ്യം അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന്, മറ്റേ സുമിത്രയെ മറ്റേ ആൾ കല്യാണം കഴിക്കുമോ? അപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹം സീരിയൽ കാണാറില്ല എന്നുള്ള കാര്യം. ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ ചിരിച്ചു. അതെനിക്ക് തുറന്നു പറയാൻ കുറച്ച് മടിയാണ്. അതായത് ഇപ്പൊ കൂടുതലും കളിയാക്കുന്നത് ഇത് നിങ്ങൾ സീരിയൽ കണ്ടിട്ട് വന്നവരല്ലേ, അതിന്റെ നാടകമാണ് നിങ്ങൾ കാണിക്കുന്നത്, ഈ സ്ത്രീകളെ കളിയാക്കില്ല. പുരുഷന്മാർക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടായിരിക്കും. അത് മാത്രമല്ല, ഈ ആണുങ്ങൾ സീരിയൽ കണ്ട ഭയങ്കര എന്തോ ഒരു കുറച്ചിലാണെന്ന് തോന്നുന്ന ആ ഒരു മനോഭാവമുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും ലൈവായിട്ടും ഉണ്ട്. അവരാണ് ഏറ്റവും ആദ്യം തന്നെ പറയുന്നത് ഞാൻ ഈ സീരിയലൊന്നും കാണാറില്ല എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആളുകളാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ സ്റ്റോറി എല്ലാം അറിയാം, കഥയല്ല കാണാറില്ല. അതാണ് എൻ്റെ ഒരു ഹൈലൈറ്റ്. ഇപ്പോൾ ഒരുപാട് സീരിയലുകളിൽ അഭിനയിക്കുന്ന സമയത്തെ അതായത് തോന്നിയിട്ടുണ്ടോ എനിക്ക് ഈ ഒരു ക്യാരക്ടറിനെ കുറച്ചുകൂടി മികച്ചതാക്കി എനിക്ക് ചെയ്യാമായിരുന്നു എന്നുള്ളൊരു? അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് അങ്ങനെ ഇരുന്ന് ആലോചിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല. നമ്മളിപ്പോൾ ഷൂട്ട് കഴിഞ്ഞു, ഇമ്മീഡിയറ്റ് പിറ്റേ ദിവസം തന്നെ വന്ന് ഡബ് ചെയ്ത് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില സമയത്ത് അത് കുറച്ചുകൂടി ഇങ്ങനെ ചെയ്യാമായിരുന്നു അത് തോന്നാറുണ്ട്. പക്ഷെ ആ സമയത്തൊന്നും നമുക്ക് അങ്ങനെ ആലോചിക്കാനുള്ള സമയം പോലും ഇല്ല. ഹറിബറിയായിട്ട് ലൈറ്റപ്പ് ചെയ്തു, പെട്ടെന്ന് വന്നു, ടച്ച് ചെയ്ത് നിന്ന് പെട്ടെന്ന് ഡയലോഗ് വായിച്ചു, അത് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് ഒരു റിഹേഴ്സൽ പോയി, ചിലപ്പോൾ റിഹേഴ്സൽ പോലും ഇല്ലാതെ ടേക്കിലേക്ക് പോകും. അത് കൂടെ നിൽക്കുന്ന എല്ലാവരും കുറച്ച് സീനിയേഴ്സൊക്കെ ആണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് ടേക്ക് ഫസ്റ്റ് റിഹേഴ്സലിലാണ് ടേക്ക് പോകും.
അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ അന്നേരം എന്താണോ തോന്നുന്നത് അത് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അത് മാക്സിമം നന്നാക്കി ചെയ്യാനായിട്ടുള്ള ശ്രമം ഉണ്ടാവും. പക്ഷേ അതിൽ നിന്ന് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ പറ്റുമെന്ന് തോന്നുന്നത് ചിലപ്പോൾ ഡബ് ചെയ്യാൻ പോയിരിക്കുമ്പോഴായിരിക്കും. പക്ഷേ അങ്ങനെ അന്നേരം പിന്നെ ഒന്നും ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ മാക്സിമം നമ്മൾ ആ സമയത്ത് ആലോചിച്ച് സെയിം ക്യാരക്ടേഴ്സ്, ഇപ്പോൾ പോലീസ് ക്യാരക്ടറൊക്കെ ആണെങ്കിൽ നേരത്തെ ചെയ്ത പോലീസുകാരിൽ നിന്ന് എന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്തണോ എന്ന് ആഗ്രഹിച്ചിട്ട് മാക്സിമം ശ്രമിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ. പക്ഷെ ഒരുപാട് ആലോചിച്ച് ഒരു മാനറിസം പിടിക്കാനോ അങ്ങനെയൊന്നും പറ്റാറില്ല. കാരണം നമുക്ക് അതിനുള്ള സമയമോ ഒന്നും സീരിയൽ ഷൂട്ടിംഗ് സമയത്ത് കിട്ടില്ല. സിനിമയാണെങ്കിൽ ഓക്കെ. ഇപ്പൊ സിനിമയാണെങ്കിൽ അഭിനയിക്കാൻ പോകുന്നതിന് മുന്നേ ആ സ്റ്റോറി കംപ്ലീറ്റ് എന്താണെന്നൊരു ഐഡിയ ഉണ്ടായിരിക്കുമല്ലോ. സീരിയലിലും സെയിം അങ്ങനെ തന്നെയാണോ? അതായത് ഈ ഒരു പരമ്പര എന്ന് പറയുന്നത് ഇതിന്റെ സ്റ്റോറി സ്റ്റാർട്ടിങ് ടു എൻഡിങ് ഇങ്ങനെ ആയിരിക്കും എന്ന് ആദ്യമേ അറിഞ്ഞിട്ട് തന്നെയാണോ പോകുന്നത്? ഒരിക്കലും സീരിയലിൽ അത് പറ്റില്ല. സിനിമയാകുമ്പോൾ നമുക്ക് നമ്മുടെ ക്യാരക്ടർ എത്ര ദിവസം ഉണ്ടാവും, ഇതാണ് ക്യാരക്ടർ എങ്ങനെയാണെന്നുള്ളത് ഏകദേശം ഒരു ഔട്ട്ലൈൻ കിട്ടും. പിന്നെ നമുക്ക് സ്ക്രിപ്റ്റും കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് കിട്ടും. സിനിമയിൽ നമുക്കത് കാണാതെ പഠിക്കാം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ ഏകദേശം ഒരു ഔട്ട്ലുക്ക് മാത്രമേ കിട്ടുള്ളൂ. ഇപ്പോൾ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ, ത്രൂ ഔട്ട് വരുന്നതാണോ ഇല്ലയോ, ഇത്രയൊക്കെ അറിയാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ അവിടെ ലൊക്കേഷനിൽ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ ഇത് എല്ലാ മാസവും ഉള്ള ഷെഡ്യൂളാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ അതിൽ ഓരോ മാസവും 1 ലൈൻ ഇട്ടിട്ട് ഓരോ ഷെഡ്യൂളിന് വേണ്ടിയിട്ടുള്ള 1 ലൈനുണ്ട്. ആ 1 ലൈനിൽ എൻ്റെ ക്യാരക്ടർ എത്ര ദിവസം വരുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഡേറ്റ് വിളിച്ച് പറയുമ്പോഴാണ് അറിയുന്നത് തന്നെ. നമ്മൾ ലൊക്കേഷൻ ചെന്ന് കഴിയുമ്പോൾ അന്ന് എടുക്കുന്ന സീനിന് ഏതൊക്കെയാണെന്ന് പോലും നമുക്കറിയില്ല. എത്ര സീൻ ഉണ്ടെന്ന് അറിയില്ല, ഏതൊക്കെയാണ് എടുക്കുന്നതെന്ന് അറിയില്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് റെഡി ആയി വന്നിട്ട് സീൻ വായിക്കുമ്പോഴാണ് ഈ സീനിൽ ഞാനുണ്ടെന്നും ഞാൻ എന്താണ് പറയുന്നതെന്നും ഈ സീനിൻ്റെ എന്താണ് അതിൻ്റെ ആ സിറ്റുവേഷൻ എല്ലാം നമ്മൾ അന്നേരമാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളത് അഭിനയിക്കുന്നു, പോകുന്നു. അടുത്ത സീനിലേക്ക് ഉണ്ടെങ്കിൽ ഡ്രസ് ചേഞ്ച് പറയുന്നു, നമ്മൾ പോയി ഡ്രസ് ചേഞ്ച് കഴിഞ്ഞ് വരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം കഴിയുന്നു. ഇത് നമ്മൾ വിളിച്ചു പറഞ്ഞ അത്ര ദിവസം കഴിഞ്ഞാൽ അടുത്ത ഷെഡ്യൂളിലെ 1 ലൈൻ എന്താണെന്ന് നമുക്കറിയില്ല. അടുത്ത ഷെഡ്യൂളിൽ നമ്മളുണ്ടോയെന്ന് അറിയില്ല. ഈ ക്യാരക്ടർ എങ്ങോട്ട് പോകുന്നു എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ അതിനൊന്ന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കണ്ടേ? കാരണം നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ ബിസി ആയാൽ ഈ ഷെഡ്യൂൾ അറിയാതെ പിന്നെ നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? അത് നമുക്ക് ഇപ്പോൾ 1 to 15th ആണ് നമ്മുടെ ഷൂട്ട് ഷെഡ്യൂളെങ്കിൽ ആ മാസം 15-ാം തീയതി നമ്മളെല്ലാവരും തിരിച്ച് വീട്ടിൽ പോയി കഴിഞ്ഞ ശേഷം ഒരു 25-ാം തീയതി ഒക്കെ ആകുമ്പോഴേക്കും മിക്കവാറും അടുത്ത മാസം 1 മുതൽ 15 വരെ ഏതൊക്കെ ദിവസങ്ങളാണെന്നുള്ളതിനെ ഏകദേശം പറയും. മിക്കവാറും സീരിയൽ പറയും. അങ്ങനെ പറയാത്ത സീരിയലും ഉണ്ട്. തലേ ദിവസം വിളിച്ചിട്ട് റെഡിയാണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അത് അവരുടെ അവസ്ഥ കൊണ്ടാണ്. കാരണം ചിലപ്പം ഫുട്ടേജ് കിട്ടാത്തതുകൊണ്ടോ അല്ലെങ്കിൽ പല ടെക്നിക്കൽ പ്രോബ്ലം കൊണ്ട് അവർക്ക് ചിലപ്പോൾ ഷെഡ്യൂൾ ബ്രേക്ക് ചെയ്യാൻ പോലും പറ്റില്ല. കണ്ടിന്യൂസ് ഷെഡ്യൂളായിട്ട് പോകും. അപ്പോൾ എപ്പിസോഡ് ഉണ്ടാവില്ല. ആർട്ടിസ്റ്റിൻ്റെ പ്രോബ്ലം ഉണ്ട്. പല പ്രോബ്ലംസ് വരാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ അത് കണ്ടിന്യൂസ് ഷെഡ്യൂൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ 1 മാസം 2 മാസമൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ ലോസാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ അന്നേരം ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് പറഞ്ഞ 1 to 15th ഒന്നും നടക്കില്ല. അപ്പോൾ അവർ വിളിച്ചു ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വേറെ ലൊക്കേഷനിലായിരിക്കും. ഇതേ ഒരു സെയിം ഇഷ്യൂ ഞാൻ വേറൊരു ആക്ടറിന്റെ ഒന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ പേര് പറയുന്നില്ല, ഞാൻ പക്ഷെ കേട്ടിട്ടുണ്ട്. അതായത് നമുക്കിപ്പോൾ സീരിയലിൽ നമ്മൾ അഭിനയിക്കുന്നു, സിനിമയിൽ അഭിനയിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ഷെഡ്യൂൾ കറക്റ്റായിട്ട് നമുക്ക് അറിയാത്തത് കൊണ്ട് പല സിനിമകളും നമുക്ക് മിസ്സായി പോയിട്ടുണ്ട്. നമുക്ക് അതിലോട്ടുള്ള ചാൻസ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന്. അപ്പോൾ അത് ഒന്ന് സീരിയൽ സിനിമ അവർ രണ്ടുപേരും ഒന്ന് കോർഡിനേറ്റ് ചെയ്യണം എന്നുള്ളൊരു തോന്നിയിട്ടുണ്ടോ? അത് സിനിമയിലുള്ള തിരക്കുള്ള ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് വെച്ചിട്ടായിരിക്കും മിക്കവാറും സിനിമയിൽ അവിടെ ഷൂട്ട് ഡേറ്റ് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ സീരിയലിൽ അഭിനയിക്കുന്ന ഒരു ആക്ടർ അതിൽ അഭിനയിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സീരിയലിൽ അഭിനയിക്കുന്ന ആളല്ല, സിനിമയിലെ മെയിൻ ക്യാരക്ടറിൻ്റെ അല്ലെങ്കിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് അനുസരിച്ചിട്ട് 3-4 ദിവസം പ്ലാൻ ചെയ്യുന്നുണ്ടാവും. അതിൽ 2 ദിവസം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ എമർജൻസി ആയിട്ട് അദ്ദേഹത്തിന് ചിലപ്പോൾ വരാൻ പറ്റുന്നില്ല. സിനിമയിൽ അങ്ങനെയാണ്. ചിലപ്പോൾ ഒരു ദിവസം ചിലപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ആവശ്യമായിട്ട് പോകേണ്ടി വരാം. അപ്പോൾ വേറെ ആരെങ്കിലും സീൻസ് എടുക്കും, അല്ലെങ്കിൽ അന്ന് ചിലപ്പോൾ ബ്രേക്ക് പറയും. അപ്പോൾ ഈ സീരിയലിൽ അഭിനയിച്ച ആൾ ഈ 4 ദിവസം അവിടെ നിന്ന് കറക്റ്റ് മേടിച്ചിട്ടായിരിക്കും പോന്നിട്ടുണ്ടാവുക. അതിൽ ചിലപ്പോൾ ഷെഡ്യൂൾ ആകുമ്പോഴത്തേക്കും കറക്റ്റ് സീരിയലിൻ്റെ ഡേറ്റ് കൊടുത്ത സമയത്തായിരിക്കും അദ്ദേഹത്തിന് വിളിക്കുന്നത്. കാരണം ആ സമയത്തായിരിക്കും ഈ സിനിമ സ്റ്റാറിൻ്റെ ഡേറ്റ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പോയില്ലെങ്കിൽ പ്രശ്നം. അങ്ങനെയാണ്. അപ്പോൾ കൂടുതൽ അവർ പ്രയോറിറ്റി കൊടുക്കുന്നത് മെയിൻ സിനിമ ആക്ടറിൻ്റെ ഡേറ്റിന് മാത്രമേ കൊടുക്കുള്ളൂ. അപ്പോൾ ഇദ്ദേഹം അല്ലെങ്കിൽ ഈ സീരിയലിൽ നിന്ന ആളല്ലെങ്കിൽ ഒരാളല്ലെങ്കിൽ വേറെ ആൾ, അങ്ങനെ ഓപ്ഷൻസ് അവർക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഈ കൂടുതലും പ്രശ്നം ഉണ്ടാകുന്നത് തന്നെ. അല്ല, നമുക്ക് അങ്ങനെ ചാൻസസ് പോകുമ്പോൾ നമുക്കുള്ളിലൊരു വിഷമം ഉണ്ടാവില്ലേ? അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്? ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരുപാട് സുഹൃത്തുക്കൾ പല പ്രാവശ്യം വിളിക്കുമ്പോഴൊക്കെ നമ്മൾ പോകാൻ പറ്റാറില്ല. പിന്നെ അവർ വിളിക്കില്ല. കാരണം അവന് വിളിക്കണ്ട, വിളിച്ച ഏതെങ്കിലും
സീരിയലിൽ തല വെച്ചിട്ടുണ്ടാവും. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ ഒരു ഷൂട്ടിലായിരുന്നു, ഒരു ചാൻസ് കിട്ടി, പക്ഷെ പോയില്ല. അത് എൻ്റെ ഒരു ഫ്രണ്ട് ഷിബു പ്രഭാകർ എന്ന് പറഞ്ഞിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്ന സിനിമയൊക്കെ ചെയ്ത സുരാജൻ്റെ അത് അവനൊരു സിനിമ ഇതുപോലെ പ്ലാൻ ചെയ്തിരുന്നു. അത് ഷൂട്ട് കുറച്ച് നടന്നുള്ളൂ, പിന്നെ അത് എന്തോ കാരണത്താൽ നിന്നുപോയി. അതിൽ ഞാൻ ഒരു പെണ്ണിൻ്റെ കഥ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ അതിൽ തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു ആക്ടറുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരേ മറന്നുപോയി. അദ്ദേഹം അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു അവിടെയും ഫേമസ് ആയിട്ടുള്ള ആക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ഡേറ്റ് 4 ദിവസമോ 3 ദിവസമോ കണ്ടേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് ഹൈവേയിലുള്ളൊരു സീൻ എടുക്കണം, അദ്ദേഹവും ഞാനുമായിട്ടുള്ള കോമ്പിനേഷനാണ്. അപ്പോൾ ആ ഡേറ്റ് വിളിച്ച് ചോദിച്ചപ്പോൾ കറക്റ്റ് ആ സമയത്ത് ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു പെണ്ണിൻ്റെ കഥയുടെ ഷെഡ്യൂളാണ്. അതിൽ സെൻട്രൽ ക്യാരക്ടർ ആയതുകൊണ്ട് 8-9 ദിവസം അല്ലെങ്കിൽ 10 ദിവസമൊക്കെ കണ്ടിന്യൂസ് ഷൂട്ട് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അത് മിസ്സായി. കുറച്ച് വിഷമമുണ്ടായിരുന്നു. അത് വിഷമമുണ്ടായി തീർച്ചയായിട്ടും. പക്ഷേ അവർക്കറിയാം, ഈ ഷിബുവിനറിയാം ഇങ്ങനെയാണ് സിറ്റുവേഷൻ എന്നറിയാം. അന്നും ഷിബു ഇതിനെക്കുറിച്ച് എന്നോട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അതായത് നീ അത് ശ്രദ്ധിക്കണം, ഇങ്ങനെ വന്നാൽ പിന്നെ പലരും വിളിക്കാണ്ടാവും, സിനിമകൾ ഒരുപാട് നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്താ ചെയ്യുക, നമ്മളൊരു കമ്മിറ്റ്മെൻറ്റ് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നിവൃത്തിയില്ലല്ലോ. അപ്പൊ ഇപ്പൊ കുറച്ച് സീരിയൽ വിശേഷമായില്ലേ, ഞാൻ ബാക്ക് ടു കുറച്ച് ഓണം വിശേഷത്തിലേക്ക് പോയിക്കോട്ടെ. തീർച്ചയായിട്ടും. വേറെ ഒന്നുമല്ല, കുറച്ച് ഓണത്തിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കാം. ഭയങ്കര GK ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് അല്ല, ചെറിയ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടിയിട്ട്. അതായത് ഇപ്പോ ഓണമൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ചേട്ടൻ വീട്ടിലാണ്, ഇപ്പോ ഈ ഒരു കറി ഇല്ലാതെ എനിക്ക് സദ്യ പറ്റില്ല, അതായത് ഇതെനിക്ക് വേണം. ചില സമയത്ത് നമ്മൾ കരുതില്ല, നമ്മളെ വീട്ടിൽ എല്ലാവരും എത്ര പേരല്ലേ ഉള്ളൂ, കുഴപ്പമില്ല, നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ആക്കാന്ന്. പക്ഷെ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ, ഈ ഒരു കറി ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്ന് തോന്നുന്നത്? പപ്പടം ഇല്ലാതെ കൊല്ലത്താണോ വീട്? ഓണം എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ ഉറപ്പായിട്ടൊരു സിനിമ ഓടിയെത്തും. ഇപ്പൊ എന്റെ മൈൻഡിൽ എന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മയുള്ളത്, ഞാൻ കൊച്ചിലെ ഈ പഞ്ചാബി ഹൗസൊക്കെ ഇരുന്നിട്ട് കണ്ടിട്ട് സദ്യ കഴിക്കുന്ന ഒരു സീൻ എനിക്ക് ഇപ്പോഴും എന്റെ മൈൻഡിൽ ഓർമ്മയുണ്ട്. അതുപോലെ ഓണം എന്ന് കേൾക്കുമ്പോൾ ഓടിയെത്തുന്ന ഒരു സിനിമ? പഴയ സിനിമകൾ ഒരുപാടുണ്ട്. ഓണസദ്യ എന്ന് കേൾക്കുമ്പോൾ മനസ്സിലോടിയെത്തുന്ന സിനിമയുണ്ട്. അല്ലെങ്കിൽ സദ്യ, ഓണസദ്യ അല്ല, സദ്യ കല്യാണരാമൻ. ഓക്കെ. അപ്പോ ഒരു പാട്ട് ഏതാണ് ഓണം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിൽ തോന്നുന്ന ഒരു പാട്ട്? അത് ഒരുപാട് പാട്ടുകളുണ്ട്. നമ്മുടെ സിനിമാ പാട്ടല്ലാതെ തന്നെ ദാസേട്ടൻ പാടിയ ഒരുപാട് പാട്ടുകൾ, ഈ പൊന്നോണ പൂത്താളെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാസറ്റുകളൊക്കെ ഇറങ്ങുന്നു, ആൽബം പോലെ. അങ്ങനെയുള്ള ഒരുപാട് പണ്ടത്തെ പാട്ടുകളാണ് ഓണം വരുമ്പോൾ ഓർമ്മ വരുന്നത്. സിനിമാ പാട്ടുകൾ അങ്ങനെ ഓണത്തിനോടനുബന്ധിച്ച് അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ ക്യാച്ച് ചെയ്യുന്നില്ല, മനസ്സിലങ്ങനെ കയറിയിട്ടില്ലെന്ന് തോന്നുന്നു. പൂവിളി പൂവിളി പൊന്നോണമായി എന്നുള്ള പാട്ടുകളൊക്കെ ഉണ്ട് ഇന്നും. അത് ഈ ചെറുപ്പകാലത്ത് കേട്ട് അത് മനസ്സിൽ പതിഞ്ഞുകൊണ്ടാവാം ചിലപ്പോൾ അങ്ങനെ. കാരണം അന്നത്തെ കാലത്ത് ഈ ഓണം എന്ന് പറഞ്ഞാൽ പൂ പറിക്കാനായിട്ട് മഴ നനഞ്ഞു പോകുന്ന ഇതൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പോഴത്തെ ജനറേഷനില്ല, പക്ഷെ അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിങ്ങനെ ഓരോ കാലഘട്ടത്തിലും മാറിക്കൊണ്ടിരിക്കും. മാറ്റങ്ങൾ കാരണമായിരിക്കും, അങ്ങനെ ഒരു എക്സ്പോഷർ കിട്ടാത്തത് കൊണ്ടായിരിക്കും. ചെന്നൈ ഇപ്പോ, അതായത് കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും പോയിട്ടുള്ള ഒരാളാണ് അല്ലേ? അപ്പോ ഈ കേരളത്തിലെ ഏത് ജില്ലയിലാണ് കൂടുതൽ ഓണം ആഘോഷിക്കാൻ, അല്ലെങ്കിൽ ഓണം ഇവിടെയാണ് ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെടുന്നതെന്ന് തോന്നിയിട്ടുള്ളതും ചേട്ടന് പേഴ്സണലി ആഘോഷിക്കാൻ ഇഷ്ടമുള്ളതായിട്ടുള്ള സ്ഥലം? എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഓണം ആഘോഷിക്കുന്നത് തൃശ്ശൂരാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പുലിക്കളിയും ഓണപരിപാടികളും ആഘോഷങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഉള്ളത് അവിടെ. അതെ. ഞങ്ങളൊരു കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ലോയ് സാറിൻ്റെ ചക്രം എന്ന് പറയുന്ന പടത്തിന് തൊട്ട് മുമ്പ് അതിൻ്റെ ഡിസ്കഷനൊക്കെ നടക്കുന്ന സമയത്ത് ഞങ്ങൾ തൃശ്ശൂർ പൂരത്തിന് പോയി. അന്ന് അവിടെ ചെന്നപ്പോൾ ഗ്രൗണ്ടിൽ ആദ്യമായിട്ടാണ് ഞാൻ തൃശ്ശൂർ പൂരത്തിന് ഈ പുലികളി കാണാനായിട്ട് പോകുന്നത്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഈ വല്ലാത്തൊരു അനുഭവമായിരുന്നു അത്. എനിക്ക് തോന്നുന്നു ഈ തൃശ്ശൂർ റൗണ്ട് അത് ഇതിനു വേണ്ടി, ഓണത്തിൻ്റെ ഒരു പ്രോഗ്രാമിന് വേണ്ടി മാത്രം അന്നത്തെ ദിവസം മാറ്റിയിടുന്നു. ട്രാഫിക്കൊക്കെ ഭയങ്കരമായിട്ട് ബ്ലോക്ക് ചെയ്ത് എല്ലാം മാറ്റിവിടുന്നു. പുലികളി സംഘങ്ങൾ ഇറങ്ങുന്നു, പൂക്കള മത്സരങ്ങൾ. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാംസ്കാരിക നഗരം എന്ന് പറയുന്ന പോലെ തന്നെ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾക്ക് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് തന്നെയാണ് തൃശ്ശൂർ പൂരമാണെങ്കിലും. എല്ലാത്തിനും തൃശ്ശൂരാണെന്ന് തോന്നുന്നു ഓണത്തിൻ്റെ മെയിൻ ഒരു സ്ഥലം. ഓക്കെ. അതായത് ഇപ്പോൾ ചേട്ടനൊരു ഓണസദ്യ ഒരാളിനെ വിളിച്ച് കൊടുക്കുകയാണ്, അതായത് ഫിലിം അല്ലെങ്കിൽ സീരിയൽ ഇൻഡസ്ട്രിയിൽ നിന്നിട്ട്, ആരെയായിരിക്കും ഒരാളെ വിളിക്കുന്നത്, ഇൻവൈറ്റ് ചെയ്യുന്നത്? അതൊരു ടഫ് ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ ഇല്ലാണ്ടാവുന്ന ഒരു
അങ്ങനെയൊന്നുമില്ല. നമ്മൾ ആരാണെങ്കിലും നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരാളോട് കൂടുതൽ സ്നേഹമില്ലായ്മ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ഓണസദ്യക്ക് വേണ്ടിയിട്ട് ആ സൗഹൃദബന്ധത്തിൻ്റെ ആ ഒരു കാഠിന്യം കുറച്ച് കാണാനോ കൂടുതലായിട്ട് കാണാനോ അങ്ങനെയൊന്നും ചിന്തിക്കാറില്ല. നമുക്ക് പ്രശ്നങ്ങൾ തീർത്ത് സെറ്റിൽ തന്നെ ഓണാക്കാം. അത്ര നല്ലത്. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ കുറേ പഴയ കാലത്തെ കുറേ നന്മകൾ ഇപ്പൊ മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ മാവേലി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഓണാഘോഷ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്തായിരിക്കും പുള്ളി ചിന്തിക്കുന്നത് എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കാവോ? മാവേലി എന്നൊരു ക്യാരക്ടറിലേക്ക് കയറിയിട്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മാവേലി വന്നാൽ മാവേലി അധികം നേരം ഇവിടെ നിൽക്കാൻ സാധ്യതയില്ല. എത്രയും പെട്ടെന്ന് തിരിച്ചു പോകണം എന്നൊരു തോന്നലുണ്ടാവുന്ന ഒരു അവസ്ഥയാണ്. പണ്ട് എന്താ പറയാ, ദിലീപേട്ടൻ്റെയും നാദിഷയുടെ ഒക്കെ കുറെ കോമഡി കാസറ്റ്സ് ഉണ്ടല്ലോ ഓണത്തിന് കൊമ്പത്ത്, അതിലൊക്കെ ഉള്ള സ്കിറ്റുകൾ പോലെ തന്നെ ഈ ഇപ്പോഴത്തെ ഒന്നാമത്തെ ജീവിതം ഭയങ്കര തിരക്കാണല്ലോ. എല്ലാവരും ഭയങ്കര ബിസിയാണ്. ആർക്കും അവരുടെ കാര്യം പോലും നോക്കാൻ നേരമില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അടുത്തുള്ള ആൾക്കാരുടെ അയൽക്കാരുടെ കാര്യങ്ങൾ നോക്കുക? അപ്പോൾ സെൽഫായിട്ടുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ. അത് ഓണം അങ്ങനെയല്ലല്ലോ. ഓണത്തിൻ്റെ മെസ്സേജുകൾ അങ്ങനെയല്ലല്ലോ, ഐക്യമാണ്. അതുപോലെ എന്താ പറയുക, സ്നേഹം, സാഹോദര്യം, സമത്വം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമല്ലോ. നമ്മളെല്ലാം ഓർക്കും, ഈ ഓണം വരുന്ന 10 ദിവസം ഓർക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് മറന്ന് പിന്നെ അടുത്ത ഓണം മന്നം ഇത് ഓർക്കണമെങ്കിൽ. കാരണം ഈ ചാനലുകളും എല്ലാത്തിലും ഈ ചർച്ചകളിലും കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ഓണത്തെക്കുറിച്ചൊക്കെ ഒരുപാട് ഹൈലൈറ്റ് ചെയ്ത് പറയെങ്കിലും റിയൽ ലൈഫിൽ അത് കൊണ്ടുവരാനായിട്ട് അധികം പറ്റാറില്ല എന്ന് തോന്നുന്നു ആൾക്കാർക്ക്. കാരണം അത് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ലൈഫ് സ്റ്റൈൽ വേറെയാണ്, ബിസിയാണ്, തിരക്കാണ്. അപ്പോൾ പിന്നെ താല്പര്യം ഉള്ളിലുണ്ടാവും. ചിലപ്പോൾ ഫ്ലാറ്റിൽ നിന്ന് മാറി വീട്ടിൽ പോയി തറവാട്ടിൽ പോയി അല്ലെങ്കിൽ അങ്ങനെ ആഘോഷിക്കണമെന്ന്. പക്ഷെ അവർക്ക് ചിലപ്പോൾ അവരുടെ സാഹചര്യം സമ്മതിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അവർ കുറ്റമായിട്ട് പറയാൻ പറ്റില്ല, അവരുടെ സാഹചര്യമാണത്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോഴത്തെ ലൈഫ് വളരെ ഫാസ്റ്റ് ആയതുകൊണ്ട് ഇപ്പോൾ മാവേലി വന്നാൽ എല്ലാവരുടെ സാഹചര്യം അദ്ദേഹം മനസ്സിലാക്കുകയാണെങ്കിൽ ആരെയും കുറ്റം പറയില്ല. പക്ഷേ അദ്ദേഹത്തിന് ഒരിക്കലും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല ഇപ്പോഴത്തെ ഈ അവസ്ഥ. കാരണം അന്നത്തെ മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി. അതെ, ശരിക്കും. അപ്പോൾ എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ അത് തന്നെയായിരുന്നു, ഇന്നത്തെ തലമുറയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എന്താണെന്ന്. അതായത് ആ ഒരു ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ആ മൂല്യങ്ങൾ, ഐക്യം എന്ന് പറയുന്ന മൂല്യങ്ങൾ തന്നെയാണല്ലോ നഷ്ടപ്പെടുന്നത്. എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ അതിലോട്ട്? അതിൽ പോയിന്റ് അല്ല, ഈ പറയുന്ന പോലെ കുട്ടികളുടെ ഓണത്തിനെ കുറിച്ച് മാത്രം പറയുമ്പോഴല്ല, അല്ലാതെ തന്നെ നമ്മൾ സമൂഹമായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ സഹജീവികളോട് കാണിക്കേണ്ട ഒരു കരുതൽ, കാരുണ്യം, സ്നേഹം, ഇതിനെക്കുറിച്ചൊക്കെ ഓണത്തെ മാറ്റി നിർത്തിയിട്ടാണെങ്കിൽ പോലും ആസ് എ ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്ന പോലെ തന്നെ ആളുകൾക്ക്, കുട്ടികൾക്ക് പ്രത്യേകിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അത് സ്കൂളിൽ അതിനുള്ള സിലബസ് ഇല്ലെങ്കിൽ ചിലപ്പോൾ സാധിക്കില്ല. പക്ഷേ വീടുകളിൽ അത് രക്ഷകർത്താക്കൾ അതിനെക്കുറിച്ച് ഓണം വരുമ്പോൾ ഇതാണ് ഓണത്തിൻ്റെ കഥ, ഇങ്ങനെ ഒരു മാവേലി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കഥ മാത്രമാവരുത്, അതിലെ സന്ദേശവും അതിലുള്ള നന്മകളും നിങ്ങളും അത് അതേപോലെ പകർത്തണം, അല്ലെങ്കിൽ ജീവിതത്തിൽ അത് കൊണ്ടുവരണം എന്ന് മക്കളെ ഉപദേശിച്ചു കൊടുക്കുകയും അവർക്ക് മനസ്സിലാകത്തക്ക രീതിയിലുള്ള കഥകളോ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനും കുഴപ്പമില്ല. പക്ഷെ അതിനുള്ള ശ്രമം ഉണ്ടായാലാണ് അല്പമെങ്കിലും ഓണവും അല്ലെങ്കിൽ നന്മയൊക്കെ അടുത്ത തലമുറയിലും കുറച്ചുകൂടെ നമുക്ക് ബില്ല് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ലാതെ ഇതൊരു ആഘോഷം, ഇത് ഫെസ്റ്റിവലാണ്, ക്രിസ്മസ്, ഓണം, വിഷു, ഇതൊക്കെ വന്നങ്ങോട്ട് പോയി കുറച്ച് പടക്കം പൊട്ടിച്ചു, പൂക്കളിട്ടു, ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താണ് അതിൻ്റെ ഐതിഹ്യം, അല്ലെങ്കിൽ അതിലെന്താണ് കഥയുള്ളത്, അതിൻ്റെ ആ ഒരു കാമ്പ് കുട്ടികൾക്ക് കിട്ടില്ല. അപ്പോൾ ആ പുതിയ തലമുറയ്ക്ക് അത് നമ്മൾ എഫേർട്ട് ഇട്ട് പറഞ്ഞു കൊടുത്താൽ മാത്രമേ അവർക്കത് കിട്ടുള്ളൂ. ജീവിതത്തിൽ അത് പോയി അനുഭവിച്ചറിയേണ്ട സാഹചര്യം അവർക്കില്ല. അതെ, ആകെ എനിക്കൊന്നും അവരുടെ മൈൻഡിലെന്ന് വെച്ചാൽ ഇപ്പോൾ കോളേജിലൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ സ്കൂളിലാണെന്നുണ്ടെങ്കിൽ പൂക്കളം ഇടുന്നു, അവിടെ ഒരു മത്സരം നടക്കുന്നു, സദ്യ കൊടുക്കുന്നു, പോകുന്നു. മത്സരത്തിന് വേണ്ടി മാത്രമുള്ള ഒരു ഐറ്റമായിട്ടാണ് പൂക്കളത്തെ കാണുന്നത്. അതിനപ്പുറത്തേക്ക് അവർക്ക് അതിനെപ്പറ്റി എന്താണെന്ന് അല്ല, അവർക്ക് അതിനുള്ള സാഹചര്യം ഇല്ല, പറഞ്ഞു കൊടുക്കാൻ ആളില്ല. പറഞ്ഞു കൊടുക്കേണ്ട അച്ഛനും അമ്മയും ഭയങ്കര തിരക്കായിട്ടുള്ള ജോലിക്ക് പോകുന്നവരായിരിക്കും. പിന്നെ ഗ്രാൻഡ് പേരൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ പറഞ്ഞു കൊടുക്കാം, അത്രേ ഉള്ളൂ. പിന്നെ അവർക്കും അത് കേൾക്കാനും മനസ്സിലാക്കാനുള്ള ഒരു ഇൻട്രസ്റ്റോടെ വേണം കേട്ടോ. അതെ, ചേട്ടാ ഓണത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു മറക്കാത്തൊരു ഓർമ്മ ഉണ്ടാവുമല്ലോ. അതായത് എനിക്ക് കുറച്ചുകൂടി പഴയ ഒരു കാലത്തെ ഒരു ഓർമ്മ എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാവോ? കുറച്ചുകൂടി പഴയതാകുമ്പോഴേ നല്ല നൊസ്റ്റാൾജിയുള്ള എന്തെങ്കിലുമൊക്കെ വരും. അങ്ങനെ ഓണത്തിനെ കുറിച്ച് ഒരുപാട് ഇതുണ്ട്. പണ്ട് ഓണപ്പൂക്കളം വീടുകളിലിടുന്ന ഇതുണ്ടല്ലോ. അപ്പോൾ ഞാനൊക്കെ ചെറുതായിരുന്ന സമയത്ത് ഞങ്ങൾ എൻ്റെ അടുത്തുള്ള സുഹൃത്തുക്കളൊക്കെ കൂടി, മനോജ്, തൊട്ടടുത്തുള്ള ടീച്ചറുടെ മകൻ, മലയാളം ടീച്ചറുടെ മകനാണ് മനോജ്. ഇപ്പോൾ പുള്ളി ഒരു ഷോപ്പൊക്കെ ആയിട്ട് വീടിൻ്റെ അടുത്ത് തന്നെയുണ്ട്. പുള്ളിയുടെ ചേച്ചി, ഞാൻ, പിന്നെ എൻ്റെ ഒരു കസിൻ സിനി എന്ന് പറഞ്ഞ ചേട്ടൻ, ഞങ്ങളെല്ലാവരും കൂടെ പൂക്കൾ പറിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവും. അപ്പോൾ ഇന്ന സ്ഥലമൊന്നുമില്ല, കുടയുണ്ടാവും, എന്നാലും വലിയ മഴയുണ്ടാവും. ഈ മഴ ശക്തി കൂടുമ്പോൾ ഞങ്ങൾക്ക് നടക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഞങ്ങൾ എവിടെയെങ്കിലും ഒതുങ്ങി കൂടി നിൽക്കും.
എന്നാലും ഞങ്ങളുടെ ലക്ഷ്യം പോയി പൂക്കൾ പറിക്കുക എന്നുള്ളതാണ്. ഒരു കൂടുണ്ടാവും കയ്യിൽ, അതെ. ഒരു 3-4 കൂടുണ്ട്. കാരണം വെറൈറ്റി പൂക്കളെല്ലാം മാറി ഇടണം, അല്ലെങ്കിൽ എല്ലാം മിക്സായി പോലെ. അങ്ങനെ പൂ പറിക്കാൻ പോയി ഞങ്ങൾ ഓണപ്പൂക്കളം പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് അത് കൊണ്ടുവന്ന് പിറ്റേ ദിവസം പൂക്കളം ഇട്ടിട്ടുണ്ട്. അന്ന് പൂക്കളിടുമ്പോൾ സാധാരണ വെറുതെ നമ്മൾ ചാണകം മെഴുകിയിട്ടാണല്ലോ ഇടുന്നത്. ഈ ചാണകം മെഴുകുന്നതിന് മുമ്പ് തന്നെ ഒരു മണ്ണ് കൊണ്ടൊരു തറ ഉണ്ടാക്കും. അത് ഞങ്ങൾ തന്നെ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ചെറിയ ഇതൊക്കെ വെച്ച് ലാസ്റ്റ് നല്ല മിനുസം കിട്ടാനായിട്ട് വാഴയിലേക്ക് വെച്ചിട്ട് നനച്ച് ഇങ്ങനെയൊക്കെ കാണിച്ച് അത് ഉണങ്ങണം. അത് മഴ പെയ്ത് പോയിരിക്കാൻ വേണ്ടി വേറെ കുട വയ്ക്കും. അങ്ങനെയൊക്കെ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട് ആണ് ഈ പൂക്കൾ ഇടുന്നത്. ആ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ കാണാൻ വലിയ മനയൊന്നും ഉണ്ടാവില്ല, എന്നാലും ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇടും. അതെ അതെ അതെ. പിന്നെ കുറച്ച് ഇലകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. ഇലകൾ പല പല ഇലകളൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ച് അങ്ങനെയൊക്കെ ഇടും. അത് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതിനുവേണ്ടി എടുത്ത എഫേർട്ടിനെ കുറിച്ച് ഓർത്തിട്ടാണ് സന്തോഷം. അങ്ങനെയുള്ള ഒരു ഓണക്കാലം ഓർമ്മയുണ്ട് അത്. പക്ഷെ അതൊക്കെ ഇപ്പൊ ഒന്നുമില്ല. ഇപ്പൊ ആ ഒരു എന്താ പറയാ, ആ ഒരു നാട്ടിൻപുറത്തിന്റെ നന്മ പോയത് കൊണ്ടായിരിക്കുമല്ലേ അത്. എന്താ പറയുക, അത് നമുക്ക് ആരെയും ഈ പറഞ്ഞ പോലെ കുറ്റം പറയാൻ പറ്റില്ല. അത് ഓരോ സാഹചര്യം, മനുഷ്യൻ്റെ ജീവിതം വളരെ ഫാസ്റ്റായിട്ട് വരുന്നു. ഇപ്പോൾ ഈ മൊബൈൽ ഫോണൊക്കെ വന്ന ശേഷം ഭയങ്കര സ്പീഡായില്ലേ ലൈഫ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആളുകൾ ജീവിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സ്പീഡാണ് ഓടുന്നത്. അപ്പോൾ ലൈഫ് സ്പീഡാകുമ്പോൾ ഉള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്കൊന്നിനും സമയം കിട്ടില്ല. നമുക്ക് ആഘോഷിക്കാനോ അല്ലെങ്കിൽ ആസ്വദിക്കാനുള്ള പല കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കേണ്ടി വരും. കാരണം ലൈഫിൻ്റെ സ്പീഡിനൊപ്പം നമ്മൾ ഓടുക. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ആഘോഷങ്ങളുടെ ആ ഒരു ഡെപ്തിലേക്ക് പോകാനൊന്നും പറ്റില്ല. കാണാൻ കണ്ടു ഓക്കെ പോയി. ഒരു ഓണത്തിന്റെ ദിവസത്തിൽ ഒരു സ്റ്റാറ്റസിൽ അങ്ങ് ഒതുങ്ങുന്നു. അതായത് ഇപ്പൊ ജനറേറ്റ് ചെയ്യാൻ പോലെ AI-യുടെ പിന്നെ അത്ര എഫേർട്ട് എടുക്കേണ്ട ആവശ്യം ഇല്ല. എല്ലാം വിരൽത്തുമ്പിൽ കിട്ടുമല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ അതിലേക്ക് പോകും. പണ്ട് അങ്ങനെയല്ല. അതിന്റെ സുഖമുണ്ട്, അതിന്റെ ഓർമ്മകളും ഉണ്ടാവും. കുറച്ച് ഒന്ന് പഴമയിലോട്ടൊന്ന് പോയി. അപ്പൊ എനിക്കൊന്നും അത്ര ചെയ്യേണ്ട അത്രയും ഒരു എന്താ പറയാ, ആ ഒരു കാലത്തിന്റെ ഓർമ്മയില്ല. പക്ഷെ എങ്കിലും കൊച്ചിലേക്ക് ആഘോഷിച്ചിട്ടുള്ള ഒരു മെമ്മറിയും കിട്ടുന്നുണ്ട് ഇപ്പൊ ഈ പറയുന്ന സമയത്ത്. ഇപ്പൊ എന്തായാലും ഇത്രയും നല്ല കുറെ ഓണം മെമ്മറീസും പിന്നെ സിനിമ സീരിയൽ വിശേഷങ്ങളും ഒക്കെ ഞങ്ങളുമായിട്ട് പങ്കുവെച്ചതിനും ഈ ഒരു ഓണം ഞങ്ങളോടൊപ്പം ഈ ഒരു ദിവസം സെലിബ്രേറ്റ് ചെയ്യാൻ, അതായത് ഈ ഒരു ദിവസം ഞങ്ങൾക്ക് വേണ്ടി തന്നതിനും ഒരുപാട് നന്ദി. എല്ലാ ഓണാശംസകളും ചേട്ടനും ഫാമിലിക്ക് നേരുന്നു. ഓക്കെ, താങ്ക് യു. തിരിച്ചും എൻ്റെ എല്ലാവിധ ഓണാശംസകളും നിങ്ങൾക്ക് എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്.